സംസാരിക്കാത്തവരൊന്ന് മ്യൂട്ട് ചെയ്തേക്കണേ പ്ലീസ്. സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് കൺഫേം ചെയ്യുക റഹീം, സ്ട്രീം വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. സ്ക്രീനിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. യെസ്. അഭിഷേക്, സ്ട്രീമിംഗ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. സ്റ്റാർട്ട് അല്ലേ? തുടങ്ങാം. കേസി മ്യൂട്ടിലാണ്. Sorry, I think I was on mute. Sorry, yeah. This is Manoj. Welcome to Ignite 2021 award ceremony. So I'll be kind of taking you through today's program. അപ്പം ആദ്യമായിട്ട് ഞാൻ നിരഞ്ജനെ വിളിക്കുന്നു. നിരഞ്ജൻ ദർശനയെ പറ്റി ഒരു ചെറിയ ബ്രീഫും പിന്നെ കൂടാതെ ഇന്നത്തെ ചീഫ് ഗസ്റ്റിനെ വെൽക്കം ചെയ്യാന്നുള്ളൊരു കടമ നിർവഹിക്കാൻ വേണ്ടി നിരഞ്ജനെ വിളിക്കുന്നു. നിരഞ്ജൻ. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ധനവകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് നമ്മുടെ കൂടെ ചേരാൻ പോകുന്നതേ ഉള്ളൂ. ആദരണീയയായ കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ MS, ഇഗ്നൈറ്റ് 2021 വിജയികളായ ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ദർശന കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഔപചാരികമായ ഒരു സ്വാഗതം പറയുന്നതിന് മുൻപായിട്ട് ദർശന എന്ന സംഘടനയെ കുറിച്ച് വളരെ ചുരുക്കി ഒരു ആമുഖം പറയുന്നത് ഉചിതമായിരിക്കും എന്നാണ് കരുതുന്നത്. 2007 ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി ദർശന എന്ന സംഘടന രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതിന് കാരണമായത് 1987-91 ബാച്ചിലെ വിദ്യാർത്ഥിയും നമ്മുടെ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ ക്യാമ്പസിലെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിരയിലുണ്ടായിരുന്ന ആളുമായിരുന്ന ബിജു ചെറിയാൻ അകാലത്തിൽ മരണപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹപാഠികൾ ചേർന്ന് നടത്തിയ ഒരു ആലോചനയാണ്. ആ ഒരു ആലോചനയുടെ കൂട്ടായ്മയാണ് ദർശന എന്ന സംഘടനയായി വികസിച്ചത്. ഏതാണ്ട് 1970-കൾ മുതൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഏറ്റവും അവസാനം 2020 വരെ ഉള്ള പല ബാച്ചുകളിൽപ്പെട്ട പല ദേശങ്ങളിൽ ഉള്ള പുരോഗമനപരമായി ചിന്തിക്കുന്ന എഞ്ചിനീയർമാരുടെ ഒരു കൂട്ടായ്മയാണ് ദർശന. 2007 അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിൽ 2008 ഔപചാരികമായ ഒരു ഉദ്ഘാടനം നടക്കുന്നത്. അത് NSS എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സഖാവ് MA ബേബിയാണ് ഔപചാരികമായ ഒരു ഉദ്ഘാടനം നടത്തിയത്. ആ വർഷം തൊട്ട് ഇങ്ങോട്ട് ദർശന തുടർച്ചയായി ഏറ്റെടുത്തിട്ടുള്ള ചില പരിപാടികളുണ്ട്. അതുപോലെ തന്നെ അതത് കാലങ്ങളിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളുണ്ട്. ഏറ്റവും ആദ്യം തുടങ്ങിയത് ഈ സംഘടനയ്ക്ക് കാരണമായിട്ടുള്ള ബിജു ചെറിയാന്റെ പേരിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി, ഒരു എൻഡോമെന്റ് സ്കോളർഷിപ്പ്
പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. അത് 5 വിദ്യാർത്ഥികൾക്കും പിന്നീട് 6 വിദ്യാർത്ഥികൾക്കുമായി തുടങ്ങിയ ആ സ്കോളർഷിപ്പ് ഇപ്പോൾ എല്ലാ ബാച്ചിലെയും ധനസഹായം ആവശ്യമുള്ള മിടുക്കരായിട്ടുള്ള 10 വിദ്യാർത്ഥികൾക്ക്, അത് ലാറ്ററൽ എൻട്രിയിലുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ള 10 പേർക്ക് വീതമാണ് കൊടുക്കുന്നത്. ഒരു വർഷം 40 വിദ്യാർത്ഥികൾ ബിജു ചെറിയാൻ എൻഡോമെന്റ് സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള ആളുകൾക്കുണ്ട്. അത് ഈ കഴിഞ്ഞ 14 വർഷമായി മുടങ്ങാതെ നമ്മൾ ദർശനാംഗങ്ങളുടെ ഇടയിൽ നിന്നുള്ള സംഭാവനകൾ കൊണ്ട് മാത്രം നടത്തിപ്പോരുന്ന ഒരു ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും നടക്കുന്ന ദർശനയുടെ വാർഷിക ജനറൽ ബോഡിയോടനുബന്ധിച്ച് ബിജു ചെറിയാൻ സ്മാരക എൻഡോമെന്റ് പ്രഭാഷണം അതത് കാലത്തെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ആ വിഷയങ്ങളില് പ്രമുഖരായ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തിപ്പോരുന്നു. അതിന് ഉൾപ്പെടുത്തപ്പെട്ട വിഷയങ്ങൾ തന്നെ വളരെ വൈവിധ്യമുള്ളതാണ്. നമ്മുടെ അക്കാഡമിക് അന്തരീക്ഷം ചർച്ചാ വിഷയമായിട്ടുണ്ട്, പരീക്ഷാ സമ്പ്രദായം ചർച്ചാ വിഷയമായിട്ടുണ്ട്, ഊർജ പ്രതിസന്ധി ചർച്ചമായിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്, കേരള മോഡലിന്റെ ഭാവി ചർച്ചാ വിഷയമായിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഒരു ദിവസം പൂർണ്ണമായും അത്തരം പ്രഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും നീക്കിവെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രകാലം വന്നിട്ടുള്ളത്. ഇത്തരം ചർച്ചകളിലും ഈ സ്കോളർഷിപ്പുകളിലും മാത്രമായിട്ട് ദർശനയുടെ പ്രവർത്തനം ഒതുങ്ങി നിന്നിട്ടില്ല. മറ്റ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ വൈവിധ്യങ്ങൾ, അതിന് കുറച്ച് ചെറിയൊരു സൂചന മാത്രമേ തരാൻ ഉദ്ദേശിക്കുന്നു. അതിൽ നമ്മുടെ ക്യാമ്പസിൽ നടത്തിയിട്ടുള്ള കരിയർ ഗൈഡൻസ് പ്രോഗ്രാം, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ നിന്ന് വരുന്ന മറ്റ് ഈ പഠനപരമായിട്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു കൾച്ചറൽ ബാരിയർ ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നമ്മൾ നടത്തുകയുണ്ടായി. അത് 1-2 ദിവസമുള്ളല്ല, ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായിട്ടുള്ള പരിശീലന പരിപാടി നമ്മൾ ക്യാമ്പസിൽ നടത്തി. അതുപോലെ തന്നെ ജോബ് ഫെയർ, ഏതാണ്ട് 600ഓളം പേർക്ക് ജോലി ലഭിച്ച പ്രമുഖ കമ്പനികളെല്ലാം തന്നെ പാലക്കാട്ട് നമ്മൾ വിക്ടോറിയ കോളേജ് ക്യാമ്പസിൽ കൊണ്ടുവന്ന് നടത്തിയ ജോബ് ഫെയർ അത്തരത്തിൽ ആദ്യത്തേതായിരുന്നു. പക്ഷെ പാലക്കാട് നമ്മൾ നടത്തിയത്. തുടർന്ന് കോഴിക്കോട് ദേശാഭിമാനി പത്രത്തിന്റെ സഹകരണത്തോടെ നമ്മൾ ജോബ് ഫെയർ നടത്തുകയുണ്ടായി. അതുപോലെ ഇ ഗവേണൻസ് കേരളത്തിൽ ഇപ്പോൾ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെയുള്ള ഡിജിറ്റൽ എന്താ പറയുക സൗകര്യങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പൈലറ്റ് പ്രൊജക്ട് എന്ന് തന്നെ പറയാവുന്ന ഒരു ഇ ഗവേണൻസ് പ്രൊജക്ട് നമ്മൾ അകത്തേത്തറ പഞ്ചായത്തിൽ ഏറ്റെടുക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി പഠനങ്ങൾ നടത്തുകയുണ്ടായി. ആ പഠനങ്ങളൊക്കെ തന്നെ പിന്നീടുള്ള മാതൃകകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ ബിജു ചെറിയാനെ പോലെ തന്നെ നമ്മുടെ ക്യാമ്പസിൽ വിദ്യാർത്ഥിയായിരുന്ന അകാലത്തിൽ നമ്മളെ വിട്ടുപോയ നമ്മുടെ കോളേജിലെ ഇലക്ട്രിക്കൽ അസോസിയേഷൻ സെക്രട്ടറി കൂടിയായിരുന്ന പ്രഭാകരന്റെ സ്മരണയ്ക്കായി സാമൂഹ്യ പ്രസക്തിയുള്ള പ്രതിബദ്ധതയുള്ള അവസാന വർഷ വിദ്യാർത്ഥികളുടെ പ്രൊജക്ടിന് ഒരു സമ്മാനം, ഒരു എൻഡോമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും നമ്മൾ എല്ലാ വർഷവും തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് പോരുന്നു. വലിയ തോതിലുള്ള ഒരു സാമൂഹ്യ ഇടപെടൽ എന്ന് പറയാവുന്ന ഒരു സംഗതി നമ്മൾ അടുത്ത കാലത്ത് ഏറ്റെടുക്കുകയുണ്ടായി. അത് 2018-ലെയും 2019-ലെയും പ്രളയങ്ങൾക്ക് ശേഷമുള്ള റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ടാണ്. അതിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദർശന എന്ന നിലയിൽ സാമ്പത്തിക സഹായം നൽകുക മാത്രമല്ല നമ്മൾ ചെയ്തത്, അതിന് വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് നിർമ്മിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഒരു എഞ്ചിനീയർമാരുടെ സംഘടന എന്നുള്ള നിലയ്ക്ക് വളരെ മാതൃകാപരമായി കഴിയുന്നത്ര ചെലവ് ചുരുക്കി ഏറ്റവും വേഗത്തിൽ കഴിയുന്നത്ര പ്രകൃതി സൗഹൃദപരമായിട്ട് പൂർത്തിയാക്കുക എന്നതിനൊരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ മുന്നോട്ട് വെച്ചു. അങ്ങനെ നമ്മൾ 7 വീടുകളോളം നമ്മുടെ സ്വന്തം ഫണ്ട് കൊണ്ട് 2 വീടുകൾ മറ്റ് സംഘടനകളുടെ സഹായം കൊണ്ടും നമ്മൾ നിർമ്മിച്ചു നൽകിയത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്. അങ്ങനെ 9 വീടുകളുടെ നിർമ്മാണ പ്രക്രിയയിൽ ദർശന ഭാഗമാവുകയുണ്ടായി. പിന്നെ ഒരു വർഷത്തെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള പാകപ്പിഴകൾ, അതുപോലെ തന്നെ ഈ ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രദേശങ്ങളിലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയായിരുന്നു. ആ വിഷയത്തിന്റെ തുടർച്ചയായിട്ട് അട്ടപ്പാടിയിലെ ഷോളയൂർ ട്രൈബൽ ഹൈസ്കൂളിലെ
വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പഠന സഹായ പദ്ധതി നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി. അവർക്ക് ഭാഷാ പഠനത്തിനുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് ശ്രീകൃഷ്ണപുരത്തെ സ്വീറ്റ് എന്ന ഒരു സന്നദ്ധ സംഘടനയുമായി ചേർന്നുകൊണ്ട് നമ്മൾ പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ക്ലാസ് റൂം ലൈബ്രറി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഏറ്റവും അവസാനം ഈ കോവിഡ് മഹാമാരി ബാധിച്ച സമയത്ത് കോവിഡ് കെയർ ഒരു പ്രോഗ്രാമിൽ ദർശനമായിട്ട് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സഹായം എത്തിക്കുക, അതുപോലെ തന്നെ മറ്റ് പിന്തുണകൾ എത്തിക്കുക തുടങ്ങിയ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ടെക്നോസുമായി സഹകരിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള പ്രവാസികളെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള പ്രവാസികളെ സഹായിക്കാൻ വേണ്ടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിലെ ഏതാണ്ട് വലിയൊരു ഭാഗം യാത്രക്കാരുടെ ചെലവും ദർശന തന്നെ ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ എല്ലാ സംഘാടനത്തിലും മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ടെക്നോസിന്റെ കൂടെ ദർശന പങ്കാളിയാവുകയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാദേശികമായിട്ട് ഉള്ള ഒരുപാട് ചാരിറ്റബിൾ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ദർശന പങ്കാളിയായിട്ടുണ്ട്. ജില്ലാ ലൈബ്രറിയിൽ ഒരു ടെക്നിക്കൽ പുസ്തക കോർണർ തുടങ്ങുന്നതിന് നമ്മൾ കാരണമായിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാലാകാലങ്ങളായിട്ട് നമ്മൾ നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ ഈ വിർച്വൽ ആയിട്ടും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ചകളും സെമിനാറുകളും അതിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തിപ്പോരുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ദർശനാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ട് ദി ഐ എന്നുള്ളൊരു മാഗസിനും നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു പോരുന്നു. ഇത്തരത്തിലുള്ള സമൂഹത്തോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു സാങ്കേതിക വിദ്യാഭ്യാസവും പ്രവർത്തന പരിചയമുള്ള ആളുകളുടെ ഉത്തരവാദപ്പെട്ട സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ ഇത്രകാലം ഏറ്റെടുത്ത് പോന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ ഇഗ്നൈറ്റ് 2021 എന്ന ഈ മത്സരവും വിഭാവനം ചെയ്യപ്പെട്ടത്. ഇതിനെ മത്സരം എന്ന് നമ്മൾ അതിന്റെ സാങ്കേതികമായിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ. അത് മത്സരമല്ല, വളരെ തുറന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇഗ്നൈറ്റ് 2021 വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും പോളിടെക്നിക്കുകളിലെയും വിദ്യാർത്ഥികളായിട്ടുള്ള യുവ സംരംഭകർക്ക് അവരുടെ സ്റ്റാർട്ടപ്പ് ആശയങ്ങളെ സമർപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഇഗ്നൈറ്റ് 2021 വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ ഉള്ള ദീർഘവീക്ഷണത്തോടുകൂടി അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കേരളത്തിന്റെ വികസന സങ്കല്പങ്ങൾക്ക് മുതൽക്കൂട്ടായേക്കാവുന്ന അത്തരം ഒരു പരിപാടിയുടെ വേദിയിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരുപാട് വികസന സങ്കല്പങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്ത ഒരാൾ ഉദ്ഘാടകനായിട്ട് അതിഥിയായിട്ട് എത്തുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം നമ്മുടെ വേദിയിൽ എത്തുന്നതേ ഉള്ളൂ. എങ്കിൽ കൂടി അദ്ദേഹത്തിന് ദർശനയുടെ പേരിൽ നമ്മുടെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കൂടെ മറ്റൊരു അതിഥിയായിട്ട് എത്തിയിട്ടുള്ള മുഖ്യ പ്രഭാഷകയായിട്ട് എത്തിയിട്ടുള്ളത് കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീയാണ്. ഡോക്ടർ രാജശ്രീയോടുള്ള പ്രത്യേക സന്തോഷം എന്താണെന്ന് വെച്ചാൽ 80കളിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായി വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഒരു അവകാശ പത്രിക അല്ലെങ്കിൽ നിവേദനത്തിൽ ഉള്ള ഒരാവശ്യമായിരുന്നു സാങ്കേതിക സർവകലാശാല സ്ഥാപിക്കുക, സിലബസ് ഏകീകരിക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ മക്കളാണ് ഒരുപക്ഷെ ഈ സാങ്കേതിക സർവകലാശാലയിലെ ആദ്യത്തെ ബാച്ചിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇത് എന്നുള്ളൊരു യാദൃച്ഛികതയാണ്. ആ യാദൃച്ഛികതയുടെ ഒരു സന്തോഷത്തോടും കൂടി ഡോക്ടർ രാജശ്രീയെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദർശന ഇഗ്നൈറ്റ് 2021 ഭാഗമായിട്ടുള്ള അതിൽ വിജയികളായിട്ടുള്ളവരും അതിൽ പങ്കാളികളായിട്ടുള്ളവരും ആയിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ വിജയികളാവുക എന്നത് മാത്രമല്ല, ഇതിൽ പങ്കെടുക്കുക, ഇതിന്റെ ആദ്യത്തെ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാവുക എന്നത് തന്നെ ഒരു തുടർന്നു പോകേണ്ട
ഒരു നിരന്തരമായിട്ടുള്ള ഒരു സംവേദനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനിയും ഇതിനകത്ത് വിജയികളായി പ്രഖ്യാപിക്കാത്തവർക്കും ദർശനയുടെ പ്ലാറ്റ്ഫോം ഇനിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും അവരുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് ദർശനയിൽ ഉള്ള വിദഗ്ധരെ സമീപിക്കാവുന്നതാണ്. അവരെല്ലാവരെയും ഈ സംരംഭം ഏറ്റവും വലിയ വിജയമാക്കിയത് നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളുടെ വളരെ ഉത്സാഹപൂർവ്വമുള്ള പ്രവർത്തനങ്ങളുമാണ്. നിങ്ങൾ ഏവരെയും സന്തോഷത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ മത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള ദർശനയിലുള്ള ഒരുപാട് പേരുണ്ട്. ദർശനയുടെ പാനലിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇത് ഏകോപിപ്പിച്ച ആളുകളുണ്ട്. ഇതിന് എല്ലാവരും നിർദ്ദേശങ്ങളും ഒരു വിശാലമായിട്ടുള്ള ഒരു സൗഹൃദ വേദി എന്നുള്ളതിൽ ദർശനയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും ദർശനയിലെ എല്ലാ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള വേദിയിലെ ചടങ്ങുകളെ ഏകോപിക്കുന്നതിന് വേണ്ടി മനോജിനോട്. താങ്ക്സ് നിരഞ്ജൻ. അപ്പം എനിക്ക് തോന്നുന്നത് ഐസക് സാറ് ജോയിൻ ചെയ്യാൻ വീണ്ടും പ്രോബ്ലി ഒരു 5 മിനിറ്റ് കൂടി എടുക്കുമായിരിക്കും. അത് കാരണം നമുക്ക് ഇഗ്നൈറ്റിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഒരു ബ്രീഫ് ഇന്ന് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും ഒരു ഇതിന് വേണ്ടിയിട്ട് അറിവിന് വേണ്ടിയിട്ട് ഞാൻ പ്രോബ്ലി ഒരു 5-10 മിനിറ്റ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ബേസിക്കലി ഇപ്പം നിരഞ്ജൻ പറഞ്ഞ മാതിരി തന്നെ ദർശന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളെ എന്താണ് വി ഹവ് ബീൻ ഇൻവോൾവ് ഇൻ മൾട്ടിപ്പിൾ ഇനീഷ്യേറ്റീവ്സ് വിച്ച് ആർ കൈൻഡ് ഓഫ് സോഷ്യലി ഓറിയന്റഡ് ആൻഡ് ഓൾസോ പീപ്പിൾ സെൻട്രിക്. As a continuation to that, what we wanted to also do was get involved in the entrepreneurship and innovation challenges that are kind of work in our state to kind of help overcome the barriers to these challenges that are faced by the entrants. So that was the objective of launching Ignite as a platform. So our first step was basically to do Ignite 2021, which concludes today, which basically is a competition to identify innovative projects and then reward them. The registration for Ignite 2021 started on 2nd January. We had around 125 registrations, of which we finally received around 50 fully prepared proposals. These proposals were screened by a team of 5 panelists to look for quality material. And we kind of identified around 35 proposals which were taken to the next level. So these 35 proposals had an interesting mix. So we had the maximum were from healthcare, followed by waste management. We had a few from agri-tech, disaster management, infrastructure, home automation, automotive, web technologies. So it was an interesting mix. And we had identified a team of around 40 to 45 panelists. These 35 projects were converted or kind of distributed based on the industry and domain verticals amongst these panelists. So each expert panel consisted of 3 panelists, one who was a technical expert, the other who is from academia, and the third one who is a business expert. So that was the composition of the panel. And after going through all the materials that were submitted, the panelists shortlisted 18 proposals for the final round. So the final round was a virtual meeting with all the participants, wherein the participating teams had to come on a call with the panel and defend their project. So this process also was, we thought we will be able to wind it up quickly, but then that also had its own rigor. And at no stage did we kind of put ourselves under any time pressure. We kind of wanted to ensure the rigor of the process and do what is best possible from our side to identify good projects. So we had, this process of meeting with the 18 project teams was spread over a week's duration.
And we also ensured that we are in continuous touch with the participants to ensure that their exams and other constraints are taken care of. So after all these process, we declared the winners on 10th April through our website, and today we are kind of hosting the formal award ceremony. So we had many good and original ideas. The 5 selected today passed the various gates and were declared winners. That's all. So we also had a plan to announce one award for a project that has the potential to be a startup company. However, based on our evaluation, we could not select any. So through this forum, I would like to let you all know that we are willing to keep this award open for next 3 months, and all the participants who have submitted proposals, that is the 50 odd teams that had submitted their proposals, can within this 3 months come back to us with a convincing story, and we will surely consider that. Okay. So the other thing is it's not that we just launched the competition and then waited for the process to flow. Our team was continuously in touch with the participants, trying to answer their questions, trying to mentor them to come out with good material, which was meaningful. The other thing that I would also like to announce today in this forum is that one of the 5 winners from today already has a business inquiry. So we have one project, which is the voice amplifier for mask. So there's an inquiry from a large mask manufacturer based out of Coimbatore, checking whether there is an interest in collaborating with him. However, considering that Kevin, who is the team member, is I think into his 2nd year of engineering, he probably is not in a position to take it forward. So we are in discussions to see how best we can kind of help or take it forward. So let me kind of let me also add what our few immediate priorities would be and what our plan will be in the short term. So the first thing would be to provide a summary of the competition and our findings to KTU. We also look forward to working with KTU to make this program better for the next edition. We will also create a calendar for next 6 to 8 months and keep the interaction between the community and the platform live. During this particular period, we intend to work out a detailed plan on how to onboard projects and provide them assistance and mentoring as an ongoing activity. In the meantime, any team that has submitted proposals can get back to us and ask us for support, and we shall work out a way to help them. So that's the objective of keeping this platform live with the team behind it. And as we move forward and as we mature, we are hoping to onboard other investors and innovators onto our platform and become a vibrant platform for furthering this cause. Having said that, while we value the spirit of entrepreneurship and wholeheartedly appreciate all initiatives that help budding entrepreneurs, Darsana's priorities will be a little different. I mean, our mid to long-term goal is to base Ignite as a platform for social entrepreneurship. So even in our this particular competition, the main criteria for selecting the projects or the winners were, of course, we had to look at the business and technical feasibility, the innovativeness, but then we had also looked at the social relevance of the project as a major criteria before we have arrived at the 5 winners. So our Darsana's priority always will be to see how Ignite can work as a platform for budding social entrepreneurs or promote the culture of social entrepreneurship in our state. So let me, on behalf of Darsana, once again, congratulate all winners, and I wish them all success. So with this, actually, we can move on to the next item in our agenda, which is inaugurating today's event. If Dr. Thomas Isaac has joined us. ജോയിൻ ചെയ്തിട്ടുണ്ട്. Okay. Good evening, sir. അപ്പം ഞങ്ങൾ ദർശനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു.
ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒരു ചെറിയായിട്ടുള്ള ഒരു ബ്രീഫ് കൊടുത്തു. പിന്നെ ഓൾറെഡി മെമ്പേഴ്സ് എല്ലാവരും അവൈലബിൾ ആണ്. അപ്പം സാറ് ഇതൊന്ന് ഫോർമലായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യുക. ശ്രീ മനോജ്, ദർശനയുടെ ഭാരവാഹികളെ, സുരേഷ് കുമാർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ വരാൻ വൈകിയതിൽ ക്ഷമിക്കണം. ട്രീറ്റ്മെന്റിലായിരുന്നു, അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ദർശന ഇന്നിപ്പോൾ സമാപനം കുറിക്കുന്ന ഇത്തരത്തിലുള്ള ഇന്നോവേഷൻ ചലഞ്ചിന് നേതൃത്വം നൽകിയത് ഏറ്റവും സന്ദർഭോചിതവും ആവശ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം നമ്മുടെ സംസ്ഥാനം ഒരു പുതിയ ലക്ഷ്യം മുന്നിൽ വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമ്പദ്ഘടനയുടെ അടിത്തറ ഒന്ന് പൊളിച്ചു പണിയുക. നമ്മുടെ നേട്ടങ്ങളൊക്കെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ മേഖലകളിലാണ്. അതൊക്കെ നിലനിർത്തണം, അത് കൂടുതൽ ശക്തിപ്പെടുത്തണം. അവിടെയൊന്നും ഒരു മാറ്റം ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇവയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ സമ്പദ്ഘടന ഇങ്ങനെ തുടർന്നാൽ പോരാ. എങ്ങനെ? ഇപ്പോഴും പ്രാമുഖ്യം ഉൽപാദനക്ഷമത കുറഞ്ഞ പരമ്പരാഗത വ്യവസായങ്ങൾക്ക്, അല്ലെങ്കിൽ വളരെ പതുക്കെ മാത്രം ഇനി ഭാവിയിൽ വളരാൻ കഴിയുന്ന വളരെ ഊർജപ്രധാനമായ കെമിക്കൽ വ്യവസായങ്ങൾക്ക് അതിന്റെ അടിത്തറയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ വളർച്ച നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല, നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോ നമ്മളത് പൊളിച്ചു പണിയാനായിട്ട് ഒരു ലക്ഷ്യം, ഒരു ദിവാസ്വപ്നം അല്ലാതെ ഒരു പ്രായോഗിക ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെക്കാൻ ഇന്ന് കഴിയും. ആ പ്രാപ്തി നമുക്ക് തരുന്നത് കിഫ്ബിയുടെ വലിയ ഇടപെടലാണ്. കിഫ്ബിയുടെ ആഭിമുഖ്യത്തില് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് ഇല്ലാതാക്കുന്നതിനുള്ള വലിയ ഭീമമായിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് 2-3 വർഷം കൊണ്ട് നടപ്പാവുന്നതോടുകൂടി നമ്മുടെ റോഡുകളൊക്കെ കണക്ടിവിറ്റി വളരെ മെച്ചപ്പെടും. ആ ട്രാൻസ്ഗ്രിഡും ഇതിയും കൂടി പൂർത്തിയാകുമ്പോൾ അഷ്വേർഡ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടാവും. നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി K-ഫോൺ അത് ഈ വർഷം പൂർത്തിയാവുന്നതോടുകൂടി കേരളത്തിൽ എവിടെയും നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി അഷ്വേർഡ് ആയിട്ടുണ്ടാവും. എവിടെ ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാലും പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ഇവിടെയൊക്കെ അതിവിപുലമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഉണ്ടാവും. ഈ രീതിയിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ ഒരു കുതിച്ചുചാട്ടം വരെയാണ്. അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ സമ്പദ്ഘടനയെ മാറ്റുക എന്നുള്ളതാണ്. എങ്ങോട്ടാണ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുക? എന്താണ് ആ മാറ്റത്തിന്റെ സ്വഭാവം? കേരളത്തെ നേരത്തെ പറഞ്ഞ നമ്മുടെ സമ്പദ്ഘടന സ്വഭാവത്തിൽ മാറ്റി ഒരു ഇന്നവേഷൻ നോളജ് എക്കോണമി ആയിട്ട് മാറ്റി. എന്താ ഈ നോളജ് എക്കോണമി എന്ന് പറയുന്നത്? അതിലുള്ള വ്യവസായങ്ങള് വളരെ വിജ്ഞാന സാന്ദ്രമായ വ്യവസായങ്ങളായിരിക്കും. IT ആവാം, BT ആവാം, ഇതൊക്കെ പോലുള്ള വളരെ വിജ്ഞാന സാന്ദ്രമായ വ്യവസായങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു അടിത്തറയിലേക്ക് നമ്മൾ പോകണം. ഇന്നവേഷൻസിന് വളരെയേറെ പ്രാധാന്യം ആ സമ്പദ്ഘടനയിൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇന്നവേഷൻസ് പ്രധാനമായി തീരുന്നത്? ഇന്നവേഷൻസ് ഉള്ള സൊസൈറ്റികളാണ് വേഗതയിൽ വളരുക. നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര ചരിത്രത്തില്
അത് ഷുംബീറ്റ് എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ സങ്കല്പ ഒരു സംഭാവനയാണ് ഈ ഇന്നോവേഷൻ സംബന്ധിച്ചിട്ടുള്ള ചിന്താ പദ്ധതി. ഒരു നൂതനമായുള്ള ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ സംഘാടനമോ എന്താവട്ടെ, അതിനടിസ്ഥാനത്തിൽ ഒരാൾ ഉൽപാദനം നടത്തി കഴിയുമ്പോൾ ആ ഉൽപ്പന്നത്തിന് താരതമ്യേന ചെലവ് കുറവായിരിക്കും, അതിന് ലാഭം നന്നായിട്ട് കിട്ടും, സൂപ്പർ പ്രോഫിറ്റ്സ് ഉണ്ടാവും. സൂപ്പർ പ്രോഫിറ്റ്സ് ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അതിവേഗത്തിൽ ഈ ഇന്നോവേഷൻ അവരെ കോപ്പി അടിക്കും. സോ ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ്, ആ സമ്പദ്ഘടന ഒരു ഉയർന്ന വിധാനത്തിലേക്ക് നീങ്ങും. അങ്ങനെ കൂടുതൽ ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ വേഗതയിൽ സമ്പദ്ഘടന വളരും. അപ്പോ ഇങ്ങനെയുള്ള ഒരു എക്കോണമിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ എക്കോണമിയിലേക്കുള്ള മാറ്റത്തിന് 3 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് വലിയ കമ്പനികളും മറ്റും വിദേശത്തും നാട്ടിലുള്ളവരും ഇവിടെ കൂടുതൽ മുതൽ മുടക്കണം. മുതൽ മുടക്കുമ്പോൾ ഈ മേഖലകളിലാണ് നമ്മൾ അവരെ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ മെച്ചപ്പെടുത്തുന്നു. രണ്ടാമത്തത്, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ നമ്മുടെ നാടിന്റെ പ്രത്യേകത മാർവാരികള്, പാഴ്സികള്, ചെട്ടിയാന്മാര്, അല്ലെങ്കിൽ ബനിയന്മാര്, ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ് കാസ്റ്റുകളോ കൂട്ടങ്ങളോ ഒന്നും കേരളത്തിലില്ല. പക്ഷെ അത് പ്രശ്നമല്ല, നമുക്കിവിടെ ഉള്ളത് വളരെ അഭ്യസ്തവിദ്യരായ യുവാക്കന്മാരാണ്. അപ്പോ അവര് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന വിജ്ഞാനത്തിൽ നിന്ന് നൂതനമായിട്ടുള്ള സങ്കേതങ്ങളോ രീതികളോ ഉൽപ്പന്നങ്ങളോ ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ അതിനടിസ്ഥാനത്തില് ഇവരെ സംരംഭകരാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഒരു പുതിയ എന്റർപ്രണോറിയൽ ക്ലാസ് കേരളത്തിൽ ഉയർന്നു വരും. ഇതാണ് രണ്ടാമത്. മൂന്നാമത്തത് ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് ഗിഗ് എക്കോണമിയിൽ നിന്ന് നമുക്ക് എങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഒരു 20 ലക്ഷം പേർക്കെങ്കിലും വീട്ടിലിരുന്ന് പണി നൽകാൻ തൊഴിലെടുക്കുന്നവരായിട്ട് കേരളത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. I think it is a very reasonable target which can be achieved. നമ്മുടെ വലിയ IT പാർക്കെല്ലാം വെച്ചുള്ള IT വികസനത്തിൽ നമ്മൾ പുറന്തള്ളപ്പെട്ടു. എന്നാൽ ഇപ്പൊ പാർക്കൊന്നും വേണ്ട, വീട്ടിലിരുന്ന് പണിയെടുക്കാൻ ആണ് ഇപ്പൊ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ലോക സമ്പദ്ഘടന അങ്ങോട്ട് പോവുകയാണ്. ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം വീട്ടിലിരുന്നാണ് ചെയ്യാനായിട്ട് ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ വീട്ടിലിരുന്നാണെങ്കിൽ ന്യൂയോർക്കിലെ വീട്ടിലിരുന്നാലും കേരളത്തിലെ വീട്ടിലിരുന്നാലും ഒരുപോലെയാണ്. അപ്പൊ കേരളത്തിലെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എളുപ്പം എന്തുകൊണ്ടാ? ഇലക്ട്രിസിറ്റി വീഴ്ചയുണ്ടാവില്ല കേരളത്തിലെവിടെയും 2 വർഷത്തിനുള്ളിൽ. ഇവിടെ ഫോണിലെ ബ്രോഡ്ബാൻഡ് അഷ്വർഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാവും. ഇവിടെ അങ്ങനെ പുറത്തുള്ള ഒരാൾ കമ്പനി ജോലി കൊടുത്താൽ ആ കമ്പനി നൽകേണ്ട PF ഗ്രാറ്റുവിറ്റി ഒക്കെ സർക്കാർ നൽകും. എങ്ങനെ വരുമ്പോൾ നമുക്കിത് ആകർഷിക്കാൻ പറ്റും. ഈ 3 രീതിയിലാണ് നമ്മുടെ സമ്പദ്ഘടന അടിത്തറയെ നമ്മൾ പൊളിച്ചു പണിയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പുതിയൊരു എന്റർപ്രണോറിയൽ ക്ലാസ്, ഇന്നോവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കുക. അതിന് ബഡ്ജറ്റിൽ വളരെ കൃത്യമായ പരിപാടി പറഞ്ഞിരുന്നു. ഒന്ന്, നോളജ് കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടണം. എന്നുവെച്ചാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം മാറണം. ഇതൊന്നും ഒരു ലോക റാങ്കിങ്ങിലെ കാര്യങ്ങളിൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ലോകോത്തരമാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ കഷ്ടമാണ്, മോശമാണ് ഇന്ത്യയിൽ തന്നെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട്. ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. സേ വിത്തിൻ അനദർ 5-year 10-year പീരീഡ് ഒരു ദിവസം കൊണ്ടൊന്നും ഉന്നത വിദ്യാഭ്യാസം മാറ്റാൻ പറ്റത്തില്ല. But most important of which is we are going to promote now centers of excellence not outside the university, within the university system, but autonomous from the university bureaucracies. And ഒന്നല്ല 30 എണ്ണം, ഒരു 50 കോടി വെച്ചെങ്കിലും ചെലവാക്കുന്ന രീതിയിൽ തിങ്സ് ആർ മൂവിങ്. കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത്, വി ആർ ഗോയിങ് ടു അട്രാക്ട് പോസ്റ്റ് ഡോക്ടറൽ ഫെലോസ് ടു കേരള. മലയാളി ഒന്നും വേണ്ട, ലോകത്തിന്റെ ഏത് ഭാഷയും ഏത് രാജ്യക്കാരനും ആവാം. 1 ലക്ഷം രൂപ കൊടുക്കുന്നത് 500 ഫെലോഷിപ്പുകളാണ്
ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സ്വപ്പം അതിര് കവിഞ്ഞിട്ടുള്ള ചിന്തകളാണ്. ബട്ട് ഇങ്ങനെ നമുക്ക് പൊളിച്ചു പണിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ അവളെ കൊണ്ട് കാര്യമില്ല, വിജ്ഞാനം ഉത്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. ദേ മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു ഇന്നോവേഷൻസ്. ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ ചിന്തയില്ല, അത് പ്രായോഗിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്നു. ആ പ്രായോഗിക പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ ഏത് രൂപത്തിലും ആക്കാം. ഇതിന് എങ്ങനെയാണ്? അപ്പൊ അതിന്റെ ഒരു മാർഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നോവേഷൻ ചലഞ്ച്. നിങ്ങൾ പോളിടെക്നിക്കിലെ എഞ്ചിനീയറിംഗ് കോളേജിലെയും കുട്ടികളെ 125 എൻട്രികൾ നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള അവർക്ക് പ്രസക്തമെന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള നൂതന രീതികൾ അവര് അവതരിപ്പിച്ചു. അതില് ഇപ്പൊ മനോജ് ഞാൻ വന്നപ്പോ അതിന് തെരഞ്ഞെടുത്തിലെ മാനദണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തു, അവർക്ക് സമ്മാനങ്ങളും ഒക്കെ നൽകിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്ത ഇറ്റ്സ് എൻ എക്സലന്റ് പ്രോഗ്രാം. ഇത് ബഡ്ജറ്റിൽ റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള വലിയൊരു പ്രോഗ്രാമാണ് സ്റ്റേറ്റ് ഇന്നോവേഷൻ ചലഞ്ച്. നേരത്തെ നമ്മുടെ എഡിസ്ക് ഒന്ന് നടത്തിയിരുന്നു, അസാപ്പ് ഒന്നുണ്ടായിരുന്നു, പലരും ഹാക്കത്തോണുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇതെല്ലാം കൂടി യോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു 20,000 പേരെങ്കിലും ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് റൗണ്ടിലോട്ട് കയറാൻ അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഇറ്റ് വിൽ ബി വെറ്റഡ് ബൈ പിയേഴ്സ് ആൻഡ് സോ ഓൺ സോ ഫോർത്ത്. അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയതുപോലുള്ള സംവിധാനം തന്നെ സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിലേക്ക് 20,000 പേരാണ്. വി ആർ പ്രൊവൈഡിങ് 25,000 rupees as a incentive, സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് റൗണ്ടിലേക്ക് 2,000 പേരാണ് തെരഞ്ഞെടുക്കുന്നത്. അതില് 50,000 രൂപ വെച്ച് നൽകുന്നുണ്ട്. അതില് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അത് വർക്കബിൾ ഒരു പ്രോട്ടോടൈപ്പിലേക്ക് നീങ്ങാൻ പറ്റുന്ന ഇന്നോവേഷൻ ചിന്തയാണ്. സോ പ്രോട്ടോടൈപ്പായിട്ട് മാറ്റുന്നതിന്, അല്ല അതിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിന് എത്ര വേണോ അത്രയും പണം കൊടുക്കുന്നതാണ്. That's it. It's reduced into a product. Once a product is there, then it is a startup to take up. അതിന് ആ സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാൻ വേണ്ടി സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള സ്കീമുകൾ കാര്യങ്ങളുണ്ട്. Now my proposal to you is, നിങ്ങൾ അവർക്ക് ചില ചെറിയ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്, 15,000 രൂപ വെച്ച് നൽകുന്നുണ്ട്, വളരെ നല്ലത്. ബട്ട് യു ഷുഡ് ഡു വൺ തിങ്. നിങ്ങളുടെ കയ്യിൽ 125 എൻട്രി ഉണ്ട്. അതിൽ നിങ്ങളിപ്പോഴത്തെ അസസ്മെന്റ് എടുത്തിട്ട് ഈ കിട്ടുന്ന 5 പേര് മാത്രമല്ല, ഇതിൽ എത്ര പേരെ നിങ്ങൾക്ക് അടുത്ത ഇന്നോവേഷൻ സ്റ്റേറ്റ് ചലഞ്ചില് പ്രാഥമിക തലത്തിലേക്ക് കയറ്റാൻ പറ്റും? ദിസ് ഇസ് നിങ്ങൾക്കുള്ള ചലഞ്ചാണ്. യു ഹാവ് ടു ബി എ മെന്റർ. അവര് കിട്ടി അവർ പോയിന്നല്ല. നിങ്ങള് ഇപ്പൊ ഇതുവരെ പരിശോധന നടത്തിയ ആളുകള് they convert themselves, appoint themselves as mentors, promote them, and this is my challenge to you. നിങ്ങളുടെ അടുത്ത് വന്ന 125 എൻട്രി, ഇപ്പൊ 125 സംഘം നിങ്ങളുടെ അടുത്ത് വന്നു. അതിലെ ഇനിയും 3-5 മാസം അതില് നിങ്ങളൊരു 50% പേര്, 75% പേര് കേരളത്തിലെ ആദ്യത്തെ 20,000 പേരിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? This is a real award you will be giving to നിങ്ങളുടെ സംഘടനകളുടെ മുമ്പില് സഹകരിക്കാൻ മുന്നോട്ട് നൽകുന്നത് ഏറ്റവും വലിയ സംഭാവന അവാർഡ് ഇതായിരിക്കും. They are put into a mainstream challenge project. അതിനെ ക്വാളിഫൈ ചെയ്യുന്നതിന് നിങ്ങൾ സഹായിച്ചു കൊടുക്കും. സോ അത് എല്ലാ വർഷവും നടത്തുന്നു. അപ്പൊ ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിലൊക്കെ മെന്റേഴ്സ് ആയിട്ട് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് വിട്ടിട്ടെ നമുക്കൊരു വാശിയുണ്ടല്ലോ സംഘടനയുടെ, അത് വെച്ചിട്ട് ഇവരെ നമുക്ക് ഈ നമ്മുടെ അടുത്ത് വന്ന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ പരീക്ഷയിലൊക്കെ റാങ്ക് കിട്ടിയിട്ടൊക്കെ പഠനം ചിലവർ കൊടുക്കുന്നുണ്ട് മൊത്തത്തിലൊക്കെ. അതുപോലെ ഇവിടെ കൊടുത്ത് ഇവിടെ പാസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടും എന്നുള്ള രീതിയിലുള്ളവരാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മാത്രമല്ല, നമ്മുടെ അലുമിനി അസോസിയേഷൻസ് ഒക്കെ ഇതില് പങ്കാളികളാണ്. അങ്ങനെ മാത്രം ഇത് സർക്കാർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല.
ഈ നോളജ് എക്കോണമിക്ക് മാറ്റാന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ബി. നമ്മള് ഈ കേരളത്തിലെ ആധുനികവൽക്കരണത്തിന്റെ ആദ്യഘട്ടം 19 നൂറ്റാണ്ടിന്റെ അവസാനം ആദ്യമായിട്ട് നടക്കുമ്പോൾ ഇറ്റ് വാസ് എ സോഷ്യൽ മിഷൻ. അല്ല, 4 ഇന്റർപ്രണറുടെ മിഷനൊന്നുമല്ല. എന്തിനാ ശ്രീനാരായണ ഗുരു എന്താ വർക്കല തീർത്ഥാടനത്തിന് സാങ്കേതിക വിദ്യ, കൃഷി, കൈത്തൊഴില് ഇതിനെക്കുറിച്ചൊക്കെ പ്രഭാഷണം നടത്താൻ പോണത്? എന്തിനാ കൊല്ലത്ത് ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ സംഘടിപ്പിക്കാൻ പോണത്? ഒരു കാലത്തിന്റെ വലിയൊരു ആഹ്വാനമാണ്, ദൗത്യമാണ്. അതിന്റെ പ്രചാരകരും അതിന്റെ മുൻകൈകളുമായിട്ട് ആ കാലഘട്ടത്തിൽ ഒത്തിരി ഇരുന്നു വന്നിട്ടുണ്ടെന്ന് അക്കാലത്തെ മനോരമ, ദീപിക, മാതൃഭൂമി ഒക്കെ എടുക്ക്. നിങ്ങൾക്ക് അവിടെ കാണാം ഇങ്ങനെയുള്ള പുതിയ എന്റർപ്രണർ, കൃഷി രാജ്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പ്രചാരണങ്ങൾ. മനോരമ തുടങ്ങിയത് തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ടാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അന്ന് ഇല്ലാത്ത കാലത്ത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്യാൻ മുൻകൈ എടുക്കുന്നത് തന്നെ ഇങ്ങനെ പുതിയ ഘട്ടത്തിലേക്ക് കേരളം കടക്കുന്നത് അതിന്റെ ഒരു പ്രചാരകരായിട്ട് എല്ലാവരും ഒത്തുചേരുന്നു എന്നുള്ളതാണ്. അതുപോലൊരു സന്ദർഭത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു നിർദ്ദേശം കൂടി വെക്കുകയാണ്. ഇതോടൊപ്പം വേറൊരു ചലഞ്ച് കൂടിയുണ്ട്. നമ്മുടെ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ ഇന്നോവേഷൻസ് നടത്താൻ പറ്റുക. നാട്ടില് ഉള്ള ഏതൊരു ഈ വർക്ക് എക്സ്പീരിയൻസ്, നോളജ് അത് ചെറുതല്ല കേട്ടോ. നമ്മുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ ഉണ്ടാക്കുന്ന പുതിയ പുതിയ ഉപകരണങ്ങള്, കാര്യങ്ങള് അവരെ പ്രോത്സാഹിപ്പിച്ചാല് ഈ പഠിത്തത്തിൽ നിന്ന് കിട്ടുന്ന വിവരം പോലെ തന്നെ ഈ പരിചയത്തിൽ നിന്ന്, എക്സ്പീരിയൻസ് എന്നുള്ളത്. ഞാൻ ഇന്നിപ്പോ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകത്തില് എഴുതി തരുന്ന അധ്യായത്തില് 2 ഇന്നോവേഷൻസ് ഉണ്ട്. ഒന്ന് തെങ്ങേറ്റ യന്ത്രം. ഐ വാസ് സർപ്രൈസ്ഡ്. ഞാനിത് പഠിച്ചപ്പോ കണ്ണൂര് അപ്പച്ചെന്നും പറഞ്ഞൊരു കൃഷിക്കാരൻ ഉണ്ടാക്കിയെടുത്തതാണ്. എന്നിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൽ ഇപ്പൊ അയാള് പേറ്റന്റ് ഒക്കെ ചെയ്തു അത് അപ്പച്ചൻ. പക്ഷെ ആർക്കും ഇതെടുത്ത് ഉപയോഗിക്കാം, തെങ്ങേറ്റ യന്ത്രം ഉണ്ടാക്കും. നൗ ഇതിനെ ഇന്നോവേറ്റ് ചെയ്ത് മോട്ടറൈസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ എല്ലാ പരിശ്രമങ്ങളും ഉണ്ടായത് അപ്പച്ചന്റെ ഇന്നോവേഷൻ മാറി ഒരു ലിഫ്റ്റ് എങ്ങനെ പ്രവർത്തിക്കും തെങ്ങുമ്മ, അതുപോലത്തെ ഒരു സങ്കല്പം വെച്ചിട്ടുള്ള പരിശ്രമങ്ങളാണ്. ആൻഡ് ദാറ്റ് ഇസ് വെരി ഹെവി, കോസ്റ്റ്ലി ആൻഡ് നോട്ട് സേഫ്. കാരണം തെങ്ങ് നല്ല നേരെ പോയെങ്കിൽ ലിഫ്റ്റ് കയറ്റി കൊണ്ടുപോയിരുന്നു. ഈ തെങ്ങ് വളഞ്ഞു മുക്കല്ലേ പോണത് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ കായലോരം തെക്ക് നിൽക്കുന്ന തെങ്ങ് വളഞ്ഞല്ലേ പോയ, അപ്പോ ലിഫ്റ്റ് കയറത്തില്ല. ഞാനിപ്പോ എന്താണ് ലേറ്റസ്റ്റ്, യു ഗോ ബാക്ക് ടു അപ്പച്ചൻ, ആ കൃഷിക്കാരന്റെ സങ്കല്പം. എന്നിട്ട് എന്താ, നൗ അവിടെ കായികാധ്വാനം തന്നെയാണ് കാൽ പൊക്കി വെക്കുന്നത്. യു മോട്ടറൈസ് ദാറ്റ്, നമ്മുടെ ഒരു ചെറിയ പവർ കൂടി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വലിയ വിദ്വാന്മാരൊന്നും അല്ലാതെ പറഞ്ഞു. ഈ ഒരു ഇന്നോവേഷന്റെ സോഷ്യൽ റെലവൻസ് എന്താ? ഇറ്റ് വിൽ ട്രാൻസ്ഫോം അവർ കോക്കനട്ട് എക്കോണമി. ഇത് തേങ്ങ പറിക്കാൻ മനുഷ്യന്മാർ കയറത്തില്ലെന്ന്, മൂലിക്കുന്നുമില്ല. അപ്പൊ കയറ്റം എന്ന് പറയുന്നത് അതിൽ ലളിതമായിട്ടുള്ള ഏതൊരാൾക്കും കയറാൻ പറ്റുന്ന ഒന്നായിട്ട് ഇത്തരത്തിലുള്ള ടെക്നോളജി മാറ്റം വന്നാൽ ഇറ്റ് ട്രാൻസ്ഫോം ദ കോക്കനട്ട് പ്ലക്കിംഗ്, കോയർ ഇൻഡസ്ട്രി എല്ലാം മാറും. ഓർഡേഴ്സ് ഇതുവരെ എത്ര വേണമെങ്കിലും പറയട്ടെ ഇന്നോവേഷൻസ്. ഓർ നമ്മുടെ ഏറ്റവും നല്ല ഇന്ന് കേരളം മുഴുവൻ നടന്ന കാർഡമം ആരാ? ക്രിക്കറ്റ് ഉണ്ടാക്കിയ ഹൈബ്രിഡ് അല്ലേ? അദ്ദേഹത്തിന്റെ പേര് തന്നെ അറിയപ്പെടുന്നത്. ബട്ട് അദ്ദേഹത്തിന് പേറ്റന്റ് ചെയ്തൊന്നും കാര്യമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ബട്ട് ദീസ് ആർ റൂറൽ ഇന്നോവേറ്റേഴ്സ്. സോ വാട്ട് ഐ വുഡ് സേ ഈസ്, അടുത്ത വർഷം നിങ്ങൾ ചേരുമ്പോൾ let it be that all the members look out for a rural innovator. And കക്ഷിക്ക് ഇതൊന്നും പറയാൻ കഴിവൊന്നുണ്ടാവില്ല, വിശദീകരിക്കാൻ കഴിവുണ്ടാവില്ല. But there is a huge step in this. A new structure is innovation. അതിന്റെ ഒരു രേഖപരമായിട്ടുള്ള ഉണ്ടാക്കാം. ആൻഡ് ഇനി സമ്മാനം കാശൊന്നും കൊടുത്തില്ലെങ്കിലും
ജസ്റ്റ് ടു റെക്കഗ്നൈസ് ഇങ്ങനെയുള്ളതല്ല. അവിടെയുണ്ട് സ്റ്റേറ്റ് ലെവൽ വി ആർ ഹാവിംഗ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം where anybody can upload any rural innovation of theirs, and then there will be peer review of that. അതിൽ നല്ലതാണെങ്കിൽ അത് പ്രൊഡക്റ്റ് ആക്കി മാറ്റി ദെൻ ഈ റൂറൽ ഇന്നോവേഷൻ എടുത്ത പ്രയോഗത്തിന് ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. സർക്കാരിന്റെ ഏത് ഏജൻസിക്ക് ഏത് പഞ്ചായത്തിൽ ടെൻഡർ ഇല്ലാതെ മേടിക്കാം. ദാറ്റ്സ് എ ബിഗ് 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 പ്രൊമോഷൻ. അപ്പം എല്ലാ വർഷവും ഇതിനോടൊപ്പം അതും കൂടി ചെയ്യുക, എന്നിട്ട് അതും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആൻഡ് ദെൻ യു വിൽ ബി സ്റ്റാർട്ടിങ് എ ന്യൂ ട്രെൻഡ്, ഒരു പുതിയ ചലഞ്ച് ബാക്കിയുള്ള അലൂമിനി അസോസിയേഷൻസിനെല്ലാം. സോ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ ദർശനയുടെ ഈ പരിപാടി വളരെ അഭിനന്ദനീയമാണ്. അതിന് ഞാൻ ദർശനയും സംഘാടകരെയും അഭിനന്ദിക്കുന്നു. ഇതിന് ഇപ്പോൾ അവാർഡ് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കള്, എനിക്ക് അവരുടെ പേരും കാര്യങ്ങളും പൂർണ്ണമായിട്ട് പിടികിട്ടിയില്ല, അവരെയൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഐസക് സാർ. ഇപ്പം സാറ് പറഞ്ഞതുമാതിരി തന്നെ ഇഗ്നൈറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ലൈവായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇത് ഒരു തുടക്കം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളൊരു കോമ്പറ്റീഷൻ ലോഞ്ച് ചെയ്ത് ഇതിനൊന്ന് പോപ്പുലറൈസ് ചെയ്തത്. പക്ഷെ ഒബ്ജക്റ്റീവ് ഇത് ത്രൂ ഔട്ട് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ഈ 125 രജിസ്ട്രേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള 50 പ്രപ്പോസലുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 125 പേര് രജിസ്റ്റർ ചെയ്തെങ്കിലും ആ 50 പേർക്കും എപ്പം വേണമെങ്കിലും തിരിച്ചു വന്ന് അവരുടെ ഐഡിയാസ് മെച്ചോറാക്കി കൊണ്ടുപോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവരായിട്ട് 1-on-1 കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ അറിയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു എന്താണ് ഇന്നോവേറ്റീവ് നോളജ് സൊസൈറ്റി എക്കോണമി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് വരുന്നതാണ്. റൂറൽ ഇന്നോവേഷൻ, അതേമാതിരി എക്സ്പീരിയൻസ് ബേസ്ഡ് ഇന്നോവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നത് നമുക്ക് പ്രോബ്ലി വേറൊരു സെഗ്മെൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു റൂറൽ ഇന്നോവേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ബേസ്ഡ് ഇന്നോവേഷൻ എന്നുള്ള സാധനത്തിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി വേറെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നിങ്ങളുടെ കോളേജുമായിട്ട് എൻ്റെ പരിചയബന്ധം വളരെ പഴക്കമുള്ളത്, എപ്പോഴൊന്നുമില്ല. വിശ്വാമാഷോടെ ഉണ്ടായിരുന്നപ്പോ കോളേജിലൊക്കെ അവിടെ വരുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം റൂറൽ സാങ്കേതിക വിദ്യകളായിരുന്നു. അതെ അതെ, മറ്റേ IRTC കൊണ്ടുവര് അതൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സാറ് നേതൃത്വം എടുത്ത് സ്ഥാപിച്ച സാധനങ്ങളാണ്. അതിനെപ്പറ്റി ഞാനും ആ കാലത്ത് അവിടെ പഠിച്ച ആളാണ്, അത് കാരണം ക്ലോസ് ആയിട്ട് ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഇത് ഇത് നമ്മൾ മനസ്സിൽ വെക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിനൊന്ന് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് നോക്കിയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഐ റിക്വസ്റ്റ് ഡോക്ടർ രാജശ്രീ, വൈസ് ചാൻസലർ APJ Abdul Kalam Technological University, to kindly announce the winners and also hello Dr. Rajeshri. Good afternoon. No see, no hear for some time now. Yeah, so I request Rajeshri ma'am to kindly hand over announce the winners and hand over the certificate. Thank you, Shri Manoj. I'm very honored to announce the winners of Darsana Ignite 2021 challenge. The winners are, for first project is voice amplifier. The winner is Kevin Senoj Jacob, Government Engineering College, Thrissur. Congratulations, Kevin. Second, Telewala. The members are Sandeep KV, TKM College of Engineering, Kollam; Sanjeet Salam, MA College of Engineering, Kodamangalam; Siddharth M College of Engineering, Trivandrum; and Abubakar Rashad PV, College of Engineering, Trivandrum. Congratulations to the team.
these projects, all these projects will be briefly explained by the members themselves after this. Then the third winner, the winning project is ESTOW. The team comprises of Mohammed Sahir Marakatel, NSS College of Engineering, Palakkad, and Akhil Raj P, NSS Engineering College, Palakkad. Congratulations, both of you. Then the fourth project is Pineapple Sapling Winding Machine. All the members are from Amaljyoti College of Engineering, Kottayam. The members are Bibil Jose, Anandu Anil Kumar, Ashish S. Nair, and Balagopal R. Congratulations, Amaljyoti team. And the last project is Automatic Robotic Nurse as Robot. The team consists of 5 members from Government Engineering College, Thrissur, comprising of Ashwin Kumar K, Ashwin Binoy, Agesh Babu, Pranav BK, and Ajit Vijay. Congratulations. So it is very exciting to see that these interesting projects have come up from Ignite 21. We hope that this will become very, very innovative products after proper mentoring from the team members and the enthusiasm of these young boys and girls. Thank you. Yeah, thank you, Dr. Rajshri. So, Aditya, ma'am, you can address the audience with your keynote. Adrinaya Thanagaria Cairo Mukwanti Sri Thomas Isaac sir, Sri Manoj, Niranjan, Sri Suresh Kumar, the other distinguished members of Darsana family, the winners of the project, ladies and gentlemen. It is a very exciting exciting moment for me to address this team, because we are looking at a model which is very essential for creating talent for knowledge economy. So we have seen this year's budget, which is very ambitious in building knowledge and creating the knowledge economy in Kerala by strengthening the higher education of the state of Kerala. All of us have been seeing, deliberating, and discussing over it, how this can be achieved. And at KTU, I see tremendous opportunities for this, because I would like to see the university's strengths as see 2 important things as the strengths of the university. One segment is the university's own schools, which have not yet started. So when we are building a university for 21st century, addressing all the challenges of 21st century, we have all the opportunities to see how a novel system, which is different from the conventional university systems, can be brought in. So in this context, we as a team have been looking at various models, and we have also looked at how the systems can be brought in and how the schools can be developed in the university. And one pertinent thing that we have realized is that when we look at universities and their rankings and the way the value of a university is assessed, there are various parameters used for that. And then there are also some of the aspects which are, there are some universities which are good models, especially in technology universities, which have looked at very niche areas for development and have been able to make a mark and come to the ranking schemes. So with such models, the important aspect there is, it is not the brick and mortar that matters, but the development of an ecosystem for knowledge creation and its use. If we look at the activity that we have been seeing now, see, we also have graduated from institutions where we had contributions from alumni associations. The people who have graduated will say sponsor a classroom or a set of furniture or a hostel. So these are the kind of things that come to the university, and we all know that these kind of things can be contributed and built by anybody. But a network of knowledge where
we can identify the nodes of knowledge where it is created, how the knowledge is used, and how the knowledge is monetized, and how the nodes can be strengthened. And all these are possible only through a collection of the expertise that is revolving around this network. And that is exactly what we are addressing here is in this small endeavor, where we have a number of people coming from various domains, coming from various fields, who have done their courses and who are demographically in different places, covering the whole globe and contributing to this class. So the knowledge that can come in from their experience in triggering the activities in the campuses, like the small children who have been able to come up with these small innovations, how this can be nurtured and made more meaningful. That is exactly what we should be looking at. And in campuses, if you see, the system is very rigid, and the academic load and the academic requirements, everything will be more or less straitjacketed, and it will be very difficult to look at these kind of endeavors from end to end. But if we are able to connect with an organization like Darsana or any other professional organization, and this network, the value this network can bring into the campus, and the academic inputs that is coming from the campus, the research findings that are coming from the campus, if it is blended with this kind of experiential knowledge and the use cases and the problems, then wonderful things can happen in the campuses. And that is exactly what the knowledge network, which is the core element of the knowledge economy, should be doing. We have some small steps towards this, one like this, and then we also partnered with one UK-based fintech company, Finastra, in a hackathon. That was very interesting, and the theme was Hack the Future. And one of the colleges from KTU got the second prize in that. So there again, the team was working, the solution was for giving loans to the agriculture sector. And the team was mentored by the cloud architect at Finastra and an agriculture officer who has the know-how on the loans and the financial transactions that is happening in the field of agriculture, and the technology element that is coming from finance. So this was the team that mentored this project. So what I'm trying to drive in is that when we look at such actual project, the knowledge that should be conversed will be from different areas, and the interdisciplinary knowledge will be used for bringing out very interesting solutions. This is true with any innovations that you can see. So we always keep on saying that very interesting innovations happen at the boundaries of knowledge. We see the pandemic now, how the solutions are coming. It is from medical practitioners, how vaccines are generated. It's computer scientists and epidemiologists. All these different knowledge areas are converging for providing a solution which is very valuable to the society. This is not an exception anywhere. It is true in all fields, and that is exactly what KTU is looking at. And we have limitations with respect to the campuses, the expertise that we have in the campuses, the infrastructure that we have in the campuses. All these are limited when it comes to solving such problems and creating such meaningful innovations which can turn to good businesses, which can bring in value to our society. So the Honorable Minister mentioned about three important points, one of which was innovation knowledge economy. So these are the ingredients of innovation knowledge economy. It is not enough that we create large number of bright graduates from the campuses, but they don't know what exactly the society needs. They don't know what innovation can add value to an industry, a multinational industry, or an industrial enterprise that solely belongs to Kerala. So we have, interestingly, we have seen that
The industry in Kerala is also having a lot of niche areas in which our campuses can directly work with. There will be problems which are addressed by the researchers in our campuses, which are converted into research publications, but not as value, not as business output, which can turn the fortune of a company. So that way, it has not been looked at that way most effectively. And we are trying to bring in such a platform in the university where we are able to bring in problems from industry. We can bring problems from the government, and we can create such problems, and we can give these problems for students to work on, for researchers to take and work on, and it can also be funded from the industry side, provided they are able to satisfy with the proposal that is coming from the campuses. So all these initiatives are on, and we are very happy to get your inputs, because you are coming from various kind of organizations and various industries looking at several such segments. So this is one major focus that we are looking at. And also the second component, second point that the minister mentioned, which we are doing now, we are looking at how the entrepreneurship can be promoted. Here, this Ignite 21 is one such initiative. Similarly, we are working with several other government departments where the problems that they face, the organizations, the practicing engineers from there are connected to the KTU team, and then we are working on such activities to take that forward. So not only that these innovations or the knowledge created in this can solve the problems for them, but there are also opportunities for small entrepreneurship initiatives in these, because like the minister pointed out, there are opportunities for government to directly give work to a startup. If there is a problem that is pertaining to address some, say, a potable water problem in a village or some kind of problems like that, then it can be, the students can come up with such solutions which can be supported by that department itself, thus creating jobs for others and creating small enterprises. And this will be a very transient activity where we will have to work very closely with the practicing engineers, and the teachers will interact with them and formulate the problems in a way which can be given to the students. So these are some of the things we are working on. And then the last one that the minister was mentioning was about the talent creation for the transient needs. When we know that the kind of expertise that the students are coming with from the campuses it's very temporal and it varies, and we have to look at the needs of the industry and then bring talent according to that. And we also know that now that digital technology has become a very important driver, which dictates how all the other engineering solutions and products are made, and how other solutions and other problems are being solved by integrating digital technology with existing solutions. So this not only requires the knowledge in digital technologies, but the infusion of digital technology to specific problems in engineering and also in other businesses should be conversant to the students, which is possible only if they are able to look at and work on such real use cases. So with this objective in mind, we are working with several organizations in the industry and other public sector undertakings to see whether we can have a number of small courses be packaged to form a vertical competency, which we call as an industry minor, and that can be given to students. This is one interesting work we have taken up now. Now itself, we have introduced minor into the curriculum, where the interdisciplinary knowledge will be brought in, where a student in mechanical engineering can as well do a computer science minor to see that he or she gets that knowledge also to become fit for a job. So this is some of the initiatives that the university is taking, and we are with a lot of ambitions to move forward with our own centers of excellence
being designed in the campus itself, which can transform to departments which can really work with the society and businesses to create value and furthering knowledge, which is the requirement of an institution which is being built or which is being conceived in the 21st century. So the opportunities are many because the strength is very much in Kerala Technological University. We have around 1.25 lakh students in the 145 colleges spread across the state. And we have 108 PG programs and around 25 to 30 undergraduate programs. Around 650 scholars are working on their PhD. 14,000 faculty members are enrolled. And the excellent the platform that the university has, which is truly on e-governance, has the data at fingertips to see what is happening and the whatever kind of analytics we want to make regarding the performance of the students and the competency of the faculty members. Everything is available in the platform, which if projected in the way it is required, will be really useful for the state of Kerala and also for us to plan the next level of technical education in the state. So for those, Niranjan was mentioning about the introduction of a technological university in the state, and it has been realized, but how it should be developed further so that it really meets its objectives and the ambitious vision is the responsibility of each one of us. And we are only people who are coming as guests for 4 years or so, and then we go. But the strategy for building an institute, the strategy for a strategy which remains for 20 years, 25 years, it has to be built for the institute, and it's a collective responsibility. So I'm very happy to address this august group of people who think very differently, as I can see in Darsana's activities. Which has a spectrum of activities from technical to social to everything. So thank you very much for this opportunity, and let us work together. I congratulate the team, the winning teams of Ignite 21, and I also hope to see that the challenge that the minister has put in front of us, the people, whoever has given the ideas, they are able to strengthen and mature and profile their ideas further with the help of this collective brains that are spread across the globe. Thank you once again, and wish you a good day. Zoom meeting. Hello, thank you, Rajshri ma'am. വളരെ മീനിങ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് കവർ ചെയ്തു. അപ്പം ഈ എന്താണ് നോളജ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അത് നമുക്ക് എങ്ങനെ നമ്മളെ എന്താണ് ബഡിങ് ടാലൻറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ പറ്റി as we go, I think we can work together to kind of come out with a plan. അപ്പം അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതുകൂടാതെ വേറെ കുറേ ഐഡിയാസ് മാം പറഞ്ഞു. നമ്മളെങ്ങനെയാണ് ഈ ഇപ്പം ഐസക് സാർ പറഞ്ഞതുമാതിരി നമ്മളെ ഈ എന്താണ് സ്റ്റേറ്റ് ലെവൽ ഇന്നോവേഷൻ ലൈക്ക് ഇന്നോവേഷൻ സ്റ്റേറ്റ് ചാലഞ്ച്, അതിലേക്ക് ഈ നമ്മളെ കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടീംസിനെ എങ്ങനെ മെച്ചർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എങ്ങനെ നടത്താമെന്നുള്ളത്, അങ്ങനെ ഒരുപാട് ഐഡിയാസ്. വി ഗോ ബാക്ക് വിത്ത് ലോട്ട് ഓഫ് ഐഡിയാസ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം നമ്മളെ അടുത്ത അജണ്ട എന്ന് പറയുന്നത് ഈ വിന്നിങ് ടീംസ്, നമ്മൾ 5 വിന്നേഴ്സാണ് എന്നുള്ളത്. അപ്പം അവരുടെ പ്രോജക്റ്റ് ഐഡിയാസ് ഒന്ന് ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മണികണ്ഠൻ ആണ് ഇത്. ഹി വിൽ ഹെൽപ്പ് us navigate through that process. Mani, over to you. Yeah, sure, Casey, thanks. Ignite 2021
അവാർഡ് ജേതാക്കൾക്ക് ആശംസകൾ നേരുന്നതിനോടൊപ്പം അവരെ ഈ അവാർഡിന് അർഹരാക്കിയിട്ടുള്ള പ്രൊജക്റ്റുകളെ ഞങ്ങളൊന്ന് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. 5 പ്രൊജക്റ്റുകളാണ് അവാർഡിന് അർഹരായിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കുമുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയുണ്ടായി. 50ഓളം പ്രൊജക്ട് പ്രപ്പോസലുകളിൽ നിന്നാണ് നമ്മൾ ഈ 5 എണ്ണത്തിനെ കഴിഞ്ഞ 3.5 മാസത്തെ വിലയിരുത്തലുകൾക്കും അതുപോലെ പലതരത്തിലുള്ള പിന്തുണയോടും പല മാറ്റങ്ങളോടും കൂടി അവതരിപ്പിച്ച് തിരഞ്ഞെടുത്തത്. മുഖ്യമായും നമ്മൾ എടുത്തിരുന്ന മാനദണ്ഡങ്ങൾ നേരത്തെ മനോജ് സൂചിപ്പിച്ചിരുന്ന പോലെ ബിസിനസ് ഫീസിബിലിറ്റി, അതുപോലെ ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഇന്നോവേറ്റീവ്നെസ്, അതുപോലെ പ്രസക്തമായ ഒന്നാണ് സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ, സോഷ്യൽ റെലവൻസ്, അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി. ഇത്തരം മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ 5 പ്രൊജക്റ്റുകളിലേക്ക് അവസാനത്തെ റൗണ്ടിൽ എത്തിച്ചേർന്നത്. 5 പ്രൊജക്റ്റുകൾ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ അതിന് ഫസ്റ്റ്, സെക്കൻഡ് എന്നിങ്ങനെ ഞങ്ങൾ റാങ്ക് ചെയ്യുകയുണ്ടായില്ല. കാരണം ഓരോ പ്രൊജക്റ്റിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, വ്യത്യസ്തതകളുണ്ട്. അതുകൊണ്ട് തന്നെ 5ന് തുല്യമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ പരിഗണിച്ചത്. അപ്പം ഓരോ പ്രൊജക്റ്റായിട്ട് പ്രൊജക്ട് ലീഡേഴ്സ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തേതായിട്ട് വോയിസ് ആംപ്ലിഫയർ. വോയിസ് ആംപ്ലിഫയർ COVID-19 പാൻഡമിക്കിന്റെ ഈ കാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. മാസ്ക്, ഫേസ് ഷീൽഡ് എന്നിവ ധരിക്കുന്ന സമയത്ത് സംസാരം സുഗമമാക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ പോലീസുകാർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിങ്ങനെ ഒരു ഗ്രൂപ്പിനെ അഭിസംബോധന ചെയ്യുന്നതിന് വളരെ സഹായകരമായി മാറുന്ന തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമായിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആശയം വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ളതാണ്. ഈ പ്രൊജക്റ്റിനെ പറ്റി വിശദീകരിക്കുന്നതിന് കെവിൻ സനോജ് ജേക്കബ്, GEC തൃശൂർ എന്നുള്ള വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവറിബഡി. എൻ്റെ പേര് കെവിൻ. ഞാനാണ് വോയിസ് ആംപ്ലിഫയർ ഉണ്ടാക്കിയത്. അപ്പോൾ സ്ലൈഡ്സ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു പാൻഡമിക്കിൽ എല്ലാവർക്കും ഉള്ളൊരു കോമൺ പ്രോബ്ലമാണ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് ഇപ്പോൾ ഏറ്റവും വലുതായി നിൽക്കുന്നത്. ഇപ്പോൾ പാൻഡമിക് ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഫേസ് മാസ്കും ഫേസ് ഷീൽഡൊക്കെ ഇടണമെന്ന് എപ്പോഴും പറയും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സംസാരം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് കേൾക്കുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യുക, അവർ മാസ്ക് താഴേക്ക് വലിച്ച് സംസാരിക്കാൻ തുടങ്ങും. അത് കാരണമാണ് അത് ആണ് ഒരു വൺ മെയിൻ റീസൺ ഈ കൊറോണ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഹെൽത്ത് വർക്കേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനത്തെ കുറേ പേർക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, ഒരു ഡെയിലി ബേസിസിൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ മാസ്കും ഫേസ് ഷീൽഡൊക്കെ ഇടുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷന് ഭയങ്കര ഹിൻഡ്രൻസ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ എഫേർട്ടും എനർജിയും എടുത്തിട്ട് അവർ സംസാരത്തിലേക്ക് ഇടുമ്പോൾ അവർ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അങ്ങനെ വരുമ്പോൾ അവർക്ക് പിന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു ഡിവൈസ് അത് എലിമിനേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഭയങ്കര കോമ്പാക്റ്റും ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ഇത് നമ്മുടെ മാസ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഷീൽഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിലോ പോലും മാഗ്നറ്റിന്റെ സഹായം വെച്ച് നമുക്ക് വെക്കാവുന്നതാണ്. ഇത് വെറും 25 ഗ്രാം മാത്രമേ അതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ഇത് റീചാർജബിളും ആണ്. ഒരു 30 മിനിറ്റ് കൊണ്ട് റീചാർജ് ചെയ്ത് കിട്ടും. പിന്നെ അതൊരു 4-5 മണിക്കൂർ യൂസേജും കിട്ടും അതിൻ്റെ. നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പോൾ ഒരു 50-ന് മുകളിൽ ഡിവൈസസ്, ഇങ്ങനത്തെ ഈ ഡിവൈസസ് സൗത്ത് ഇന്ത്യയിലുണ്ട്.
പിന്നെ അതുകൂടാതെ 2 UK ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ റെസ്പോൺസ് വളരെ നല്ലതാണ്. കാരണം അവരുടെ OP ഒക്കെ ഇരുന്ന് കുറേ സംസാരിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡിവൈസുള്ള അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഡിവൈസ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇപ്പോൾ എനിക്ക് ദർശന ഇഗ്നൈറ്റും എല്ലാവരും താങ്ക് യു പറയാൻ ഈ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തരുന്നതിൽ താങ്ക് യു. അടുത്തത് തേലേവാല. Mani, തേലേവാല വളരെ just one comment. So ഇപ്പം നമ്മൾ കണ്ട പ്രോജക്റ്റ് ആണ്, that is the one which got enquiries from a mask manufacturing company in Coimbatore. So like what I said, Kevin is I think into his second year of engineering, so he probably has his priority to complete his education, I think, which is the right thing to do at this stage. അപ്പോൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനെ പറ്റി we are working it out. Sorry, Mani, carry on. തേലേവാല വളരെ രസകരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ പുറത്ത് ഉള്ള അന്വേഷണത്തിന്റെ ഒരു ഫലം കൂടിയാണ്. സമ്പദ് വിതരണത്തിലെ അസന്തുലിതാവസ്ഥ കുറയ്ക്കുന്നതിന് ഏതൊക്കെ രീതിയിലുള്ള സാധ്യതകളുണ്ട് എന്നുള്ള അന്വേഷണം ഇവർ പ്രൊജക്ടിന്റെ ഭാഗമായി വഴിയോര കച്ചവടക്കാർക്ക് പരസ്യങ്ങളിലൂടെ എങ്ങനെയൊക്കെ വരുമാനം ലഭ്യമാക്കാം, ഏതൊക്കെ തരത്തിൽ പരസ്യങ്ങൾ ക്കുള്ള സാധ്യതകൾ ഇവർക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള തീമിനെ ബേസ് ചെയ്താണ് ഈ പ്രൊജക്റ്റ് ആലോചിച്ചിട്ടുള്ളത്. പ്രൊജക്ടിന്റെ ഭാഗമായി ഇന്റർനെറ്റ്, മൊബൈൽ ടെക്നോളജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയുടെ സാമൂഹ്യ പ്രസക്തിയിലുള്ള ഒരു നിർദ്ദേശങ്ങളാണ് വെച്ചിട്ടുള്ളത്. പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. നെക്സ്റ്റ് സ്ലൈഡ്. സന്ദീപ് KV, TK കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. സഞ്ജീത് സലാം, MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. സിദ്ധാർത്ഥ് N, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അബൂബക്കർ റിഷാദ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. നെക്സ്റ്റ്. So Sandeep KV will present the project to you. Hello, good evening everyone. I hope you can see the presentation. Okay, so good evening. On behalf of my team, I would like to present our startup, the Telewala. So from the sales of the local cuisines to providing broad access to India's cultural diversity with their foods, these undervalued entrepreneurs who are widespread throughout the country are on the verge of poverty. And yes, as the name suggests, our startup is all about empowering these unprivileged people who are struggling so hard even to meet their daily expenses. The post-COVID era is going to be so hard on these people with a huge uncertainty in their income flow. The money flow is getting concentrated at the higher classes of society. I'm a big fan of street foods, and as an entrepreneur, I was so excited to find out how this unorganized industry works and contribute to the sustainability of our nation. Months of research on this tremendous industry gave us some interesting insights. The street vending community of India consists of 40 million self-made entrepreneurs. Among them, nearly 20 million people are directly involved in the food business. Speaking in terms of business, all these vendors are being not regulated. If we are going to regulate them, we are accounting for sales worth up to $30 billion every year. Just think about the immense customer base these vendors we are talking about. The industry has grown and preserved several economies in our country. And from our further research, we figured out that this was a question government and many private firms have been trying to resolve for a long time. There are already several government schemes which provide these street vendors loan up to rupees 10,000 under Pradhan Mantri Atmanirbhar Yojana.
But is this 10,000 rupees enough for these street vendors to build a proper, hygienic, presentable environment that can compete with the hotels that provide the same food at higher prices just because of their presentation and cleanliness? This is where our startup Telewala comes into play. We are proposing a simple beginning to an ultimate vision. We have a design to set up an advertisement space in every cart without obstructing any of their workspace. Any street vendor willing to earn an extra income can enroll themselves in our company through very minimal steps and at absolutely zero cost. These cards are serving throughout the major cities of core places, getting thousands of direct customer interaction and lakhs of passing by visibility. These cards will be a hotspot for any company looking for quality advertisement spots. Any company who wishes to advertise can visit our website, select the location, choose the package and number of cards, and make payment, and done. It is as simple as that. We will update them once the advertisements are on and provide them regular logs of the places where advertisements are being displayed and also the foot traffic in that area. In the next phase, we will be ranking the street vendors based on their services, mainly on quality and hygiene, and we will give them advertisements based on the ranking. A higher rank means more expensive advertisement. So eventually, these street vendors will try to keep up with the quality regulations for money, not just the sake for following the government rules. So in a way, we can improve the living standards and quality of the street vendors and generate higher revenue from the sales and increase their income from advertisement. And in return, consumers will also get quality services from our street vendors. It is a win-win situation for everyone out there. By this, we can move one step closer to organizing these unregulated entrepreneurs and shrinking the income gap that exists in our society. Thank you. Next slide. E-stove. അതെ, ഇത് സാധാരണ LPG ഗ്യാസ് സ്റ്റൗവിനെ പറ്റി തന്നെയാണ്. LPG സ്റ്റൗ കുറച്ചുകൂടി സൗകര്യങ്ങളുള്ളതായാലോ. അതായത് ഇനി എത്ര ദിവസവും കൂടി ഗ്യാസ് ബാക്കി ഉണ്ടാവും എന്ന് പറയുക. മാത്രമല്ല, അത് തനിയെ സ്വയം പുതിയ സിലിണ്ടറിനുള്ള ഓർഡർ ബുക്ക് ചെയ്യുക. കൂട്ടത്തിൽ സുരക്ഷിതമായ ഉപയോഗത്തിന് വേണ്ട സ്വയം പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവുക. മാത്രമല്ല, ഇതെല്ലാം ഉടമസ്ഥനുമായി ഉപയോക്താവുമായി സംവദിക്കുകകൂടി ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകൂടി ചെയ്യുക. നന്നായിരിക്കും അല്ലേ? ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ എല്ലാ സാങ്കേതിക വിദ്യകളും വളരെ സമർത്ഥമായ രീതിയിൽ, സമഗ്രമായ രീതിയിൽ രൂപപ്പെടുത്തിയ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുക. പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് സമീർ from NSS College of Engineering, Palakkad, and Akhil Raj from NSS College of Engineering, Palakkad. Over to Samir. Yes, Sahil. Hi everyone, good evening. Slides please. Slides please. Yeah, ഒന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന സേഫറും സെക്യൂർഡും സ്മാർട്ടുമായിട്ടുള്ള ഗ്യാസ് സ്റ്റവ്, ദാറ്റ്സ് ഈ സ്റ്റവ്, ദ നെക്സ്റ്റ് ജനറേഷൻ സ്മാർട്ട് സ്റ്റവ്. ആൻഡ് ഞാൻ മുഹമ്മദ് സഹീർ മരക്കാത്തിൽ. ഇതിന്റെ പേറ്റന്റ് പെൻഡിങ്ങിലാണ്, 2019 ഫയൽഡ് ആണ്. നെക്സ്റ്റ് പ്ലീസ്. നിങ്ങളുടെ ഗ്യാസ് സ്റ്റവ് ഈ സ്റ്റവ് ആക്കണമെങ്കിൽ അതിൽ എക്സ്ട്രാ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങളുടെ നിലവിലുള്ള ഗ്യാസ് സിലിണ്ടറിൽ എത്ര ഗ്യാസ് ബാക്കി പറഞ്ഞു തരാൻ പറ്റുമോ? അതല്ലെങ്കിൽ അത് എത്ര ദിവസം ബേൺ ചെയ്യുന്ന പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ തീരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് ഒരു അലേർട്ട് തരാൻ പറ്റുമോ നിങ്ങളുടെ ഗ്യാസ് സ്റ്റവിന്? നെക്സ്റ്റ്, നിങ്ങളുടെ ഗ്യാസ് സ്റ്റവ് സ്മാർട്ട് ആണോ? സ്മാർട്ട് ഇൻ ദ സെൻസ് അതൊരു എം ടി ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അലേർട്ട് തരാൻ പറ്റുമോ? അതല്ലെങ്കിൽ എം ടി ആയി കഴിഞ്ഞാൽ ഒരു അലേർട്ട് തരുമോ? അതല്ലെങ്കിൽ ഒരു ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ അതിലുണ്ടോ? അതുപോലെ തന്നെ ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ, ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ, പുറത്ത് ഇങ്ങനെ ഒരു ഡാമേജ് വരുത്താനുള്ള സ്പാർക്ക് ഉണ്ടെങ്കിൽ ഒരു അലേർട്ട് നിങ്ങൾക്ക് തരുമോ? നെക്സ്റ്റ്, നിങ്ങളുടെ ഗ്യാസ് സ്റ്റവ്
ആണ്. സെക്യൂർഡ് ഇൻ സെൻസ്, സേഫ് ഇൻ സെൻസ്, ഒരു പുറത്ത് സ്പാർക്ക് ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ സ്പാർക്ക് ഉണ്ടെങ്കിൽ അതിനെ സ്വയം എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ നിങ്ങളുടെ ഡിവൈസിന് പറ്റുമോ? അതല്ലെങ്കിൽ രാത്രി വാൾവ് അടക്കാൻ മറന്നാൽ ഒരു ടൈമർ വെച്ചോ, ഒരു ബട്ടൺ വെച്ചോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കോ നിങ്ങളുടെ ഗ്യാസ് സ്റ്റവ് ഓട്ടോമാറ്റിക്കായി സിലിണ്ടർ വാൾവ് അടക്കുമോ? എങ്കിൽ ഈ എല്ലാ ഫംഗ്ഷൻസും ഇന്ന് ഈ സ്റ്റവ് അവൈലബിൾ ആണ്. കൂടാതെ IoT, ബ്ലൂടൂത്ത് കൺട്രോൾ, ആപ്പ് കൺട്രോൾ, കൂടാതെ നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് തന്നെ നിങ്ങളുടെ സ്റ്റവിലെ എല്ലാ ഫംഗ്ഷൻസും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലീക്കേജ് വരെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഈ എല്ലാ ഫംഗ്ഷൻസും ഇന്ന് ഈ സ്റ്റവിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് ഇതിന്റെ ഒരു ബിസിനസ് പ്ലാൻ പ്രൊവൈഡ് ചെയ്യാണ്. ഇതിന്റെ MVP ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അതിനായി ടോട്ടൽ കോസ്റ്റ് ഞാൻ എടുത്തത് 736 rupees ആണ് ആകെ ഞാൻ എടുത്തത്. അത് ഇന്ന് നിലവിലുള്ള ഇലക്ട്രോണിക്സ് കമ്പോണൻസ് മാത്രം അസംബിൾ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഡിവൈസ് ആണ്. ഒരു പ്രൊഡക്റ്റ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഒരു 300 രൂപ പ്രോഫിറ്റ് മാത്രം എടുത്തുകൊണ്ട് നിലവിലുള്ള ഒരു ഗ്യാസ് സ്റ്റവ് സെല്ലർ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 72,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുക നമുക്ക്. എന്ന് വെച്ചാൽ ഒരു ടെക്നോളജി, ഒരു ഇലക്ട്രോണിക് ടെക്നോളജി വാലിഡിറ്റി ആയി 12 years കൊണ്ട് 8,64,00,000. ഇതാണ് ടാക്സേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 300 രൂപ പ്രോഫിറ്റ് മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റിന് എടുത്തിട്ടുള്ളൂ, ഇപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. താങ്ക് യു. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. And actually, I would thank Ignite and everyone who joined here, and for all the wishes, thank you for such an opportunity to present this idea. Thank you. Thank you, Shahir. Next slide, please. Pineapple sapling winding machine. ഇത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റി ആഴത്തിൽ പഠിച്ചുകൊണ്ട് എങ്ങനെ സാങ്കേതിക വിദ്യ ഫലവത്തായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണവും അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തിയതിൻ്റെയും ഒരു ഉദാഹരണമാണ്. പൈനാപ്പിൾ കൃഷിയുടെ മേഖലയിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തന്നെ പണിയെടുക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാക്കാനുള്ളത്, അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും ഉള്ള ഒരു ലളിതമായുള്ള യന്ത്ര സംവിധാനമാണ് ഇതിന്റെ ഭാഗം. പൈനാപ്പിൾ മുകുളങ്ങളെ കെട്ടി ഒതുക്കുന്നതിനുള്ള ഒരു ലളിതമായ മെഷീൻ. ടീമിനെ പരിചയപ്പെടുത്താം. നെക്സ്റ്റ് സ്ലൈഡ്. ബിബിൽ ജോസ്, അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, അനന്തു അനിൽകുമാർ, ആശീഷ് S. നായർ ആൻഡ് ബാലഗോപാൽ R. എല്ലാവരും അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയത്തിൽ നിന്നുള്ളവരാണ്. ബിബിൽ ജോസിന് പ്രൊജക്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? കേൾക്കാം. Okay. Fine. Good evening to one and all. Myself, Bibil Jose, and this is our project, an assistive mechanism for fast bundling of pineapple saplings and effortlessly. And it's actually an agriculture-based project which we came up as part of our design project in our third year of BTech Mechanical Engineering. Next slide. Well, as you can see over here, it's actually the cultivation process which takes place in a pineapple plantation. Usually the matured plant parts, which are called the ground suckers, are wound into a bundle and then transported to the secondary plot. And if you can see over here, it's actually manually wound, and even though pineapple has been there for 40 decades, there has yet not been any machine to do the process. It's actually a painful and tiring process, and at the same time, it should also be done carefully, as even a small cut or a small bruise to the pineapple suckers may lead them into a useless situation, and they may not be able to plant it. And another fact which I would like to state is that it's actually an increasing potential for employment, and the pineapple cultivated area in Kerala itself increases annually. But the main important disadvantage is that it's actually a male dominant cultivation area. And the reason for male dominance is the tiresome and the painful work they have to do in bundling these pineapple suckers.
The next slide. Well, by involvement of a proposition, we would make sure that the bundling process would be non-contact and effortless. And another important factor is that since they have to be transported to the next sector, the bundles will be compact and secure. Thus, like for example, usually the bundles which are about 1.2 in diameter will be compressed to about 95 centimeter, and making it easier for transportation as well. Next slide. While moving on to the socioeconomic importance, according to data we collected from the test we did on our mock-up model, we came to see that 27 to 45% of labor charges could be saved. And another saving is in the transportation. As I earlier stated, the bundles will be more compressed and in a safely secure manner. Therefore, the transportation savings will be about 4.5 to 9.17%. And the most important factor is that women, which were earlier not able to work in this field, will be able to work alongside with men, and therefore it will be a uniform and socio-economic project for us. Thank you. Thank you, Baby. Next project. ASP robot, automatic robotic nurse. ഒരു COVID-19 പ്രൊഡക്റ്റ് ആണ്. മനുഷ്യരെ ശാരീരികമായി അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഈ മഹാമാരിയുടെ കാലത്ത് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സുരക്ഷിതമായ രോഗപരിചരണം, നിരീക്ഷണം, അതുപോലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ സാധ്യമാണ് എന്ന് ഈ പ്രൊജക്റ്റ് സ്ഥാപിക്കുന്നുണ്ട്. ടീമിനെ പരിചയപ്പെടുത്താം. നെക്സ്റ്റ് സ്ലൈഡ്. അശ്വിൻ കുമാർ, എല്ലാവരും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. അശ്വിൻ കുമാർ, അശ്വിൻ ബിനോയ്, അജേഷ് ബാബു, പ്രണവ് ബി കെ, അജിത് വിജയ്. പ്രൊജക്ട് വിശദമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ടീമിനെ ക്ഷണിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. സർ ഓഡിബിൾ ആണ്. എക്സ്ക്യൂസ് മീ, ആരാണ് അവതരിപ്പിക്കുന്നത്? അശ്വിൻ ബിനോയ്. അശ്വിൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ സർ. അശ്വിൻ കുമാർ അല്ലേ? അല്ല, അശ്വിൻ ബിനോയ് ആണ് സർ. അശ്വിൻ ബിനോയ്. നെയിം കാണുന്നില്ല, എന്തായിരുന്നു നെയിം എന്ന് പറയാം? അശ്വിൻ ബിനോയ്. സെക്കൻഡ് അശ്വിൻ ബിനോയ്. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. Okay, so good evening one and all. Me myself Ashwin Binoy, and I am representing Team Ask Robot on behalf of my team members, and our project is based on an AI powered robotic assistant nurse. We came across this idea mainly to increase the companionship for mainly based on old age people and also especially abled and handicapped people. And this is the base level robot that we have deployed at CFLTC Natika. And these are the newspaper clippings that you are seeing on the screen, and this is the working model, base level model. And this base model has mainly base functions, that is mainly it is used for measuring the vitals, and also a screen is provided for the patient to interact with the robot so that the companionship level can be increased. And our idea now has developed into a much advanced stage where we are providing the robot with a robotic arm, and we are also empowering artificial intelligence into the robot so that the interaction between the robot and the patient can be increased. So next slide, please. And this is the main features of our robot, that is mainly it is AI enabled, and it has an efficient manner of monitoring the vitals, mainly that respiratory rate, the oxygen level, and the blood pressure, etc. And it is also having an ability to pick glasses and also vials for injection by we have provided a robotic arm for the robot. So next slide, please. And this is the model of the prototype that we are working on. And as you can see, we have provided 2 arms for the robot and a display. And one arm of the robot can be used for lifting up the glasses and also the vials, and the other arm is provided for measuring the vitals and mainly the oxygen level, the respiratory rate, etc. And the display is also provided for interaction purposes with the patient, and the robot can also communicate with the hospitals and doctors in need if any emergency situations arise. So next slide, please.
And our main applications of this robot is in hospital applications. That is, we are trying to deploy this robot mainly in hospitals so as to assist nurses and doctors while going for rounds, so that they can avoid contact with the patients in isolation wards, so that these robots can take the vitals and also monitor their vitals in emergency cases. And we are also planning to deploy these robots in homes and for old age people in a companionship manner, so that they can continuously interact with the robot, and also the robot can monitor the vitals, and also it can send messages to hospitals and doctors if in need when an emergency situation arises. And the impact for this idea is that it can revolutionize the medical sector, and also it can enhance an efficient manner for monitoring the vitals, and also it can increase the level of interaction between the robot and the patients. That's all from our side, and I thank the Darsana team for providing us with the chance for expressing our idea, and also to develop our idea into a startup basis. And also I thank the Honorable Minister of Finance, Dr. Thomas Isaac sir, and also the Vice Chancellor of KTU, Honorable Dr. Rajashree ma'am, for patiently listening our idea. Okay, thank you. Okay, thanks, Ashwin. So that's all. Congratulations to team, all the 5 teams once again, and all the best. Okay, Manoj. Okay. Mani, thank you. Also, thanks to all the team members who spoke. വീണ്ടും ഒരു പ്രാവശ്യം കൂടി റീഐറ്ററേറ്റ് ചെയ്യാണ്. നമ്മൾ 5 വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്തത്. ഇത് റാങ്കിങ് ഒന്നുമില്ല, അതായത് 1, 2, 3, 4, 5 എന്നുള്ള റാങ്കിങ് ഇല്ല. 5 പേരും ഈക്വലി 5 വിന്നേഴ്സ്, അതാണ് നമ്മൾ കാണുന്നത്. അത് നമ്പർ 1. പിന്നെ രണ്ടാമത്തത്, നമ്മൾ ഇപ്പോഴും നമ്മളെ കയ്യിൽ ഒരു സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റിനുള്ള ഒരു അവാർഡ് നമ്മൾ കൊടുക്കാതെ ഉണ്ട്. എല്ലാം നല്ല ഐഡിയാസാണ്, എല്ലാം നല്ല പ്രോജക്റ്റുകളാണ്. പക്ഷെ നമ്മളെ ഇവാലുവേഷനിൽ അങ്ങനെ ആ ഒരു ക്രൈറ്റീരിയ ക്രോസ് ചെയ്യാത്ത കാരണം ആ അവാർഡ് കൊടുത്തിട്ടില്ല. സോ വി ആർ വില്ലിംഗ് ടു കീപ് ഇറ്റ് ഓപ്പൺ ഫോർ നെക്സ്റ്റ് 3 months. ഈ 5 എന്നല്ല, വേറെ ഈ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും അവരുടെ ഐഡിയാസായിട്ട് വീണ്ടും സമീപിക്കാവുന്നതാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ അടുത്തതായിട്ട് പ്രദീപിനെ വിളിക്കുന്നു. പ്രദീപ് ഈ ചടങ്ങ് ഫോർമലായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പ്രദീപിനെ വിളിക്കുന്നു. പ്രദീപ്. ഓക്കെ, താങ്ക് യു KC. കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുവാനായി കേരള ഗവൺമെന്റ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിന്റെ അലുമിനി ഗ്രൂപ്പായ ദർശനയ്ക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ദർശന ഇഗ്നൈറ്റ് എന്ന പേരിൽ നടത്തിയ പ്രോജക്ട് കോമ്പറ്റീഷനിൽ മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ഡോക്ടർ തോമസ് ഐസക് സാറിന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. മുൻ വർഷങ്ങളെ പോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലും കോടിക്കണക്കിന് രൂപയാണ് ബജറ്റിൽ ഈ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന് വേണ്ടി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴിയും കോളേജുകളിലെ IEDCയിലേക്ക് എത്തിക്കുകയും, ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയുന്ന കോളേജിൽ IEDCയിലേക്ക് എത്തിക്കുകയും സിലബസിനപ്പുറത്തുള്ള പഠനത്തിന് ക്യാമ്പസിനെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റി. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളമെന്നും അതിൽ കേരളത്തിലെ മിക്ക പോളിടെക്നിക്കുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും അതിൻ്റെ ഭാഗഭാക്കാണ് എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നപ്പോഴും, അതേപോലെ തന്നെ KDSCന് ഈ വർഷത്തെ ബജറ്റിൽ 40 കോടി രൂപ വകയിരുത്തിയതെല്ലാം തന്നെ സ്റ്റാർട്ടപ്പ് ഡെവലപ്മെന്റിന് വേണ്ടി നീക്കിവെച്ചതൊക്കെ തന്നെ ഈ മേഖലയിൽ സർക്കാർ നൽകുന്ന പ്രാധാന്യത്തെ എടുത്തു കാണിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ദർശന ഇഗ്നൈറ്റിന് ഭാവിയിലും നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനം തന്നെയാണ് ഇന്നത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് സാറ് ഇവിടെ പറഞ്ഞത്. നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മുടെ കുട്ടികൾ സ്റ്റാർട്ടപ്പിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അദ്ദേഹം സൂചിപ്പിച്ചു തന്നെയാണ്. സ്റ്റാർട്ടപ്പിലേക്ക് വരികയും അത് ടേക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നില്ല എന്നുള്ളത്
വസ്തുത തന്നെയാണ്. എന്നിരുന്നാലും ഒരുപാട് പ്രോജക്റ്റുകൾ ഇനിയും നമുക്ക് കാണാൻ കൊണ്ടുവരാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഇഗ്നൈറ്റിന് സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ് കൂടി അദ്ദേഹത്തിന് നൽകുകയാണ്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും അതിന് മേൽനോട്ടം നിർവഹിക്കുകയും ചെയ്യുന്ന APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ മേഡത്തിന് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാർട്ടപ്പ് സപ്പോർട്ടുകളെ കുറിച്ച് മാഡം സംസാരിക്കേണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇഗ്നൈറ്റിന്റെ പേരിൽ. മാഡം പാലക്കാട് വന്നിട്ടുണ്ട്. പാലക്കാട് ഇൻക്യുബേഷൻ സെന്റർ, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന പാലക്കാട് പോളിടെക്നിക്കിലുള്ള ഇൻക്യുബേഷൻ സെന്റർ മാഡം വിസിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് വരുന്ന ഇഗ്നൈറ്റിൽ നിന്ന് പുറത്തു വരുന്ന സ്റ്റാർട്ടപ്പ് ആക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ പ്രോജക്റ്റുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പാലക്കാട് ഇൻക്യുബേഷൻ സെന്റർ വഴി ഒരു സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇപ്പം KC സൂചിപ്പിച്ചതുപോലെ അടുത്ത 3 മാസക്കാലം അതിനുവേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അത് കേരള സ്റ്റാർട്ടപ്പ് മിഷനും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KTUവിന്റെ സ്റ്റാർട്ടപ്പ് പോളിസിയിൽ തന്നെ പറയുന്നുണ്ട്, ഈ എഞ്ചിനീയറിംഗ് പഠന കാലയളവിൽ 1 വർഷം കുട്ടികൾക്ക് ഓണ്ടർപ്രണർഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാഡത്തിന് അറിയുന്ന കാര്യമാണ്. പക്ഷെ അത്തരത്തിൽ ഒരു മൂവ്മെന്റ് KTUവിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിലും അതേപോലെ തന്നെ അധ്യാപകർക്കും ഒരു നിർദ്ദേശം നൽകുകയാണെങ്കിൽ കുട്ടികളുടെ പ്രോജക്റ്റുകളൊക്കെ തന്നെ കുറച്ചുകൂടെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളതും സ്റ്റാർട്ടപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ളതും ആയിരിക്കും. ക്യാമ്പസിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതിന്റെ തെളിവ് നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ജെൻ റോബോട്ടിക്സ് പോലെയുള്ള ബൃഹത്തായ ക്യാമ്പസ് സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഡോക്ടർ രാജശ്രീ മാഡം ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി ലെവലിൽ തന്നെ നല്ലൊരു ഇടപെടൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. മാഡത്തിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു. അതേപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KDIS, ASAP എന്നിവയുടെ പ്രവർത്തനം സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയും അതേപോലെ തന്നെ ആശയം വികസനം നടത്തുവാൻ വേണ്ടിയും ഇത്തരം സ്ഥാപനങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KDIS, ASAP ഇത് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആക്കാൻ സാധിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഈസി ആയിട്ട് പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. പലപ്പോഴും കുട്ടികൾ സ്ട്രക്ക് ആവുന്നത്, ഞാൻ ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്, ഞാനും IEDCയുടെ ഒരു നോഡൽ ഓഫീസർ ആയിരുന്നു, ഇതുമായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. കോളേജിലെ നേരത്തെ മാഡം സൂചിപ്പിച്ച പോലുള്ള ഒരു നെറ്റ്വർക്കിംഗ്, നോളജ് നെറ്റ്വർക്കിംഗ് IEDCക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് പല പ്രോബ്ലം കുട്ടികൾ ഫേസ് ചെയ്യുന്നത് അവരുടെ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഐഡിയ ഉണ്ട്, പ്രോട്ടോടൈപ്പ് ആക്കാനുള്ള സാഹചര്യങ്ങളുടെ കുറവാണ്, പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യ കുറവുണ്ട്. അപ്പം ഇവിടെയെല്ലാം തന്നെ മേക്കർ വില്ലേജിന്റെ ആണെങ്കിലോ സ്റ്റാർട്ടപ്പ് മിഷന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ അസാപ്പിന്റെ പോലുള്ള സ്കിൽ ഡെവലപ്മെന്റ് ഏജൻസികളുടെ ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അവരുടെ കരിയറിൽ കിട്ടുകയാണ്, ബിഗിനിങ് ഫ്രം ദ ഫസ്റ്റ് ഇയർ. ഇപ്പം നമ്മുടെ മാസ്ക് ഉണ്ടാക്കിയ കുട്ടി സെക്കൻഡ് ഇയർ ആണ്. അപ്പം ആ കുട്ടിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് അവർക്ക് ഇതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണോ എന്നുള്ളതിന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതാണ്. പക്ഷെ കൂടുതൽ പ്രോജക്റ്റുകൾ ആ കുട്ടിക്ക് ഇനിയും ചെയ്യാൻ പറ്റും. ഇതുപോലെ ധാരാളം കുട്ടികളുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ KT നൽകിയ പ്രോത്സാഹനം, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകിയ പ്രചോദനം, മേക്കർ വില്ലേജ് നൽകിയ അഷുറൻസ്, ഇവയെല്ലാം തന്നെയാണ് ദർശന ഇഗ്നൈറ്റിന്റെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ വഴികാട്ടിയായി ഉണ്ടായിട്ടുള്ളത്. പ്രദീപ്. പ്രദീപിന്റെ കണക്ഷൻ ലോസ്റ്റ് ആയി തോന്നുന്നു. ഇന്നത്തെ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു Casey, can somebody else take over and do it? Yeah, let's give him a few minutes. Pradeep, you're not audible.
Because you can just leave and come back. That will be better. Yeah, I think, I mean, Pradeep, പ്രധാനപ്പെട്ട points cover ചെയ്തു. So we can probably എനിക്ക് തോന്നുന്നത് ഈ പ്രോജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള മെയിൻ ആയിട്ടുള്ള Pradeep, sorry, you are not audible. Sorry. Okay. Good. Now it's നമുക്ക് ദർശന ഇഗ്നൈറ്റിന്റെ ലോഗോ മുതൽ രജിസ്ട്രേഷൻ, പ്ലാറ്റ്ഫോം ക്രിയേഷൻ എന്നിവയുടെ പ്രവർത്തനത്തിൽ ഒറ്റയാൾ പട്ടാളമായി മുന്നിൽ നിന്ന ശ്രീ അജിത് പ്രസാദിനെ നന്ദി അറിയിക്കുകയാണ്. കേരളത്തിലും ഇന്ത്യക്ക് പുറത്തുമായി വിവിധ മേഖലകളിൽ പ്രവർത്തന പരിചയമുള്ള ദർശന മെമ്പേഴ്സിന്റെ ഏകദേശം 30-ൽ പരം അടങ്ങുന്ന ടീമിന്റെ വലിയൊരു പാനൽ മെമ്പേഴ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അവരുടെ പ്രവൃത്തി പരിചയം തന്നെയാണ് ഈ കുട്ടികളിൽ നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ടും മെന്റർഷിപ്പ് ആയിട്ടും നല്ലൊരു ഇഗ്നൈറ്റ് ആയിട്ട് തന്നെ മാറാൻ നമ്മുടെ ദർശന ഇഗ്നൈറ്റിന് സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ പ്രൈസ് കിട്ടിയ അല്ലെങ്കിൽ അവാർഡ് ചെയ്ത ഫസ്റ്റ് 5 പ്രോജക്ട്സ് മാത്രമല്ല, ബാക്കിയുള്ള കുട്ടികളും ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊരു മെന്റർഷിപ്പ് വേണം എന്നുള്ളത്. ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവാലുവേറ്റേഴ്സിന്റെ വലിയൊരു പങ്ക് ഈ കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് അതൊരു നല്ലൊരു തെളിവാണ്. അപ്പം എന്തായാലും ഈ 30 പേരടങ്ങുന്ന ഈ ടീമിനെ, പാനൽ മെമ്പേഴ്സിനെ എല്ലാവരെയും നന്ദി അറിയിക്കണം. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അത് നമ്മുടെ IEDC എന്ന് പറയുന്ന വലിയൊരു നെറ്റ്വർക്കിലെ, കേരളത്തിലെ ഇന്ത്യയിലെ മറ്റെങ്ങും കാണാത്ത ഒരു നെറ്റ്വർക്കാണ്. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ഒരു കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ IEDCയിലെ വിദ്യാർത്ഥികളാണ്, അവർക്ക് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇവരെ പ്രൊമോട്ട് ചെയ്ത നോഡൽ ഓഫീസേഴ്സ്, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ IEDC നോഡൽ ഓഫീസേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ ഈ ദർശനയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്, ദർശന ഇഗ്നൈറ്റിന്റെ ഈ പ്ലാറ്റ്ഫോമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു കൾച്ചറിനോടുള്ള ഒരു താല്പര്യമാണ്, ഈ ഒരു സൊസൈറ്റിയിലോടുള്ള ഒരു കമ്മിറ്റ്മെന്റിനോടൊരു താല്പര്യമാണ് തീർച്ചയായിട്ടും നോഡൽ ഓഫീസേഴ്സിന് ഉണ്ടായിട്ടുള്ളത്. അവർ ഓരോരുത്തരോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക്, ദർശന ഇഗ്നൈറ്റിന്റെ തുടക്കം മുതൽ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം വിന്നിംഗ് പ്രോസസ് വരെ സപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. നന്ദി. താങ്ക് യു കേസി. താങ്ക്സ് പ്രദീപ്. അപ്പം നമ്മളെ എന്താണ്, താങ്ക്സ് ടു ഓൾ പാർട്ടിസിപ്പൻസ്. അപ്പം നമ്മളെ പ്രോഗ്രാം നമ്മൾ ക്ലോസ് ചെയ്യാണ്. Casey, just one point, just because I wanted to inform Madam. Yeah, Madam, പറഞ്ഞ ഒരു പോയിന്റിന്, see, projects നമ്മൾ ഈ 30 people review ചെയ്ത പാനൽ ഞാനും ഒരു മെമ്പർ ആയതുകൊണ്ട് പറയുന്നത്, not only did we just did not reject ഈ 5 ജയിച്ചു, remaining we did not reject. The people which did not come to the top 5, we also have given, as industry experts, we also given a lot of feedback to say what they can do better, and what are the drawbacks, how can they make the product better. And we have given them a lot of thoughts and our thought process to it, which means if they can work on this and they come back, these can also become successful projects. So that is one point I wanted to make. Though Casey covered it, but specifically feedback has been given. We just did not mark only negative points. We also marked what they can do better. That's just one thing I want to add. Yeah, thanks, Prabhu. Thanks for adding that. Paul, Sherry, I think we can close today's meeting. Thank you. ഇതിന്റെ നമ്മൾ റിപ്പോർട്ടറിന് നമുക്ക് KTL കൊടുക്കുന്നുള്ളത് മേഡം ഉണ്ട്. അത് ചെയ്യാം. അത് നമ്മൾ ഒരു സമ്മറി ലെവലിൽ ഒരു റിപ്പോർട്ട് KTU സബ്മിറ്റ് ചെയ്യാം. Also, we are in the process of revising our startup policy. If you can have some specific remarks on that, you can just share. Sure, ma'am. Madam, 2012 ഇപ്പൊ തുടങ്ങിയപ്പോൾ ഉള്ള പോളിസിയാണ് ഇപ്പോൾ ഉള്ളത്. We want to revisit it thoroughly. Okay. We are doing that. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടെങ്കിൽ തന്നാലും അതിൽ ക്രെഡിറ്റ് പോയിന്റ്സ്, അതേപോലെ അറ്റൻഡൻസ് റിലേറ്റഡ് ആക്ടിവിറ്റി, അതെല്ലാം നമുക്ക് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് അതിനകത്ത് പോളിസിയിൽ പറയുന്നുണ്ട്, ഗവൺമെന്റ് ഓർഡറിൽ പറയുന്നുണ്ട്, അത് അന്നത്തെ ഗവൺമെന്റ് ഓർഡർ. പക്ഷെ അത് ശരി നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല.
കുട്ടികൾ അത് അവെയർ അല്ല എന്നുള്ളതാണ് പറയുന്നത്. കുറച്ചും കൂടെ ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ ഹൗ മച്ച് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി മെറ്റീരിയലൈസ്ഡ്. അതായത് ഈ അക്കാഡമിക് സ്കിൽസ് മാത്രമല്ലാതെ സ്കിൽസിന് തന്നെ പല ലെയേഴ്സ് ആക്കി മാറ്റിയിട്ട് അതിന് ഓരോന്നിനെയും ഇപ്പൊ സോഷ്യൽ സ്കിൽസ്, മറ്റ് സ്കിൽസ്, ഇതിന്റെ ഭാഗമല്ല, പാഠ്യപദ്ധതിയുടെ ഭാഗമല്ലാതെ തന്നെ കുട്ടികൾക്ക് ഈ ഒരു മാർക്ക് ഷീറ്റും ഗ്രേഡും എന്നതിലുപരി ഒരു പോർട്ട്ഫോളിയോ തന്നെ ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ സഹായിക്കാന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ ഒരു ബൃഹത്തായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഇതെല്ലാം എപ്പോഴാണ് എങ്ങനെയാണ് അത് ഫോർമലൈസ് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്നാലേ കുട്ടികൾക്ക് ഇങ്ങനെ ഈ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അതെ അത്തരത്തിലുള്ള ഡിസ്കഷൻസിൽ നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് പറ്റാവുന്ന രൂപത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ഞങ്ങളും എന്താ പറയാ തുടർന്ന് അങ്ങോട്ടേക്ക് കഴിയുന്ന രൂപത്തിൽ തരുന്നതാണ്. അതെ, ഇത് നമ്മളൊരു ഫുള്ളൊരു പോളിസി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇവരെ കാത്തു നിൽക്കണമെന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ബേബി സ്റ്റെപ്സ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്യുന്ന പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പം വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ തയ്യാറാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സമയമുണ്ടെങ്കിൽ. Yeah, please. I added a couple of points. See, one is, I think Prabhu also will agree with me, specifically the voice amplifier project. Okay. One point we need to note here is there is a sort of conflict between academic requirements and entrepreneurial requirements. And that is precisely the tragedy here. Because this product, he has received orders, concrete orders, but he is not able to fulfill them and is not able to take them forward because his priorities. So, ma'am, this is, maybe something that the university also has to look at, whether, some sort of credit can be given for entrepreneurial undertakings, right? Because finally, at the end of the day, it's a matter of credits and courses. Right, so whether when somebody implements something like this, some sort of credit, say equivalent to 2 courses or 3 courses or whatever, can be considered. If we can make it a part of the academic curriculum, I think only then will the students will be incentivized to take this up. Yeah. I understand that, but what we have done recently is 182 credits എന്നുള്ള requirement we have reduced to 162 credits. അപ്പൊ അവിടെ തന്നെ 20 credits ബാക്കിയുണ്ട്. അപ്പൊ ആ 20 ക്രെഡിറ്റ്സിലാണ് നമ്മൾ അവർക്ക് ആഡ് ഓൺ ആയിട്ട് 20 ക്രെഡിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നുകിൽ അവർക്ക് മൈനർ ചെയ്യാം. ആ മൈനർ എന്നുള്ളത് ഓൺടർപ്രണർഷിപ്പിൽ തന്നെ വരാം. അത് അവരുടെ ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സിനോ കോഴ്സുകൾക്കോ എന്നുള്ളത് അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ. അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഓണേഴ്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിൽ തന്നെ അവർക്ക് ഡീപ്പായിട്ട് കമ്പീറ്റൻസി വരുത്തുന്നുണ്ടെങ്കിൽ 3-4 സബ്ജക്ട്സ് സ്റ്റാക്ക് ചെയ്തെടുത്തിട്ട് ഒരു സ്പെസിഫിക് ഇതിൽ ഓണേഴ്സ് കൊടുക്കും. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റില് ഓണേഴ്സ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ 19ലെ കരിക്കുലം കൊണ്ടുവന്നിരിക്കുന്നത്. അതേ 20 ക്രെഡിറ്റ്സ് തന്നെയാണ് മൈനറിന്. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കുട്ടികളെ ഇൻസെന്റിവൈസ് ചെയ്താൽ മാത്രമേ അവർക്കും ഇതിലേക്കൊക്കെ ഒരു ഇത് കിട്ടുള്ളൂ. അത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ചർച്ചകളിലൂടെ അത് ഇപ്പം പേറ്റന്റോ അല്ലെങ്കിൽ നല്ല ജേർണൽ പബ്ലിക്കേഷനോ ഒക്കെ ഉള്ള കുട്ടികൾക്ക് കുറച്ച് ക്രെഡിറ്റ്സിൽ മാറ്റം കൊടുക്കാമോ എന്നൊക്കെയുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് റിസർച്ചും മറ്റും പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അവരും ഈ ഒരു ജനറൽ ഇതിലേക്ക് പോകുന്ന രീതിയാണ്, മാർക്കും ഗ്രേഡും മാത്രമായിട്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ബട്ട് വി ഹാവൻ ഫോർമലൈസ്ഡ് ഇറ്റ്. അതെല്ലാം അതിന്റെ ഏർലി സ്റ്റേജസിലാണ്. അങ്ങനെയൊക്കെ കുറച്ച് മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ കുട്ടികൾക്ക് മെയിൻ സ്ട്രീം ആയിട്ട് ഇതൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ അവരെപ്പോഴും അവരുടെ അക്കാഡമിക്സ്, മാർക്സ് അങ്ങനത്തെ ഒരു ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പൊ KTUവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള കോളേജുകളിൽ നിന്നും അവരുടെ കോളേജിന്റെ ഒരു കേപ്പബിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും കമ്പിറ്റൻസും അതെല്ലാം വ്യത്യാസമുണ്ട്. അങ്ങനത്തെ ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ആൾക്കാരാണ്. അപ്പൊ അവരെ എല്ലാം കേറ്റർ ചെയ്യുന്ന വിധത്തിലായിരിക്കണം നമ്മളിപ്പോ ഇങ്ങനത്തെ ഈ ഒരു വേരിയബിൾ ക്രെഡിറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത്, വിച്ച് വി നീഡ് ടു ഡു കെയർഫുള്ളി. അങ്ങനെയൊക്കെയുള്ള കുറെ ചലഞ്ചസ് ഉണ്ട് ഇതില്. Still we will see how this can be done. Okay, that's from my side. Thank you, ma'am. Thank you. Yeah, thank you for considering my suggestion at this point. But yeah, I think whatever help or whatever contribution that we need to make, please, I think you can count on all of us here for help as well as any inputs that you require. I think I'm speaking on behalf of all of Darsana. Yeah.
Thank you. Bye. Thank you. Okay, thank you. Thank you all for joining today.